നിങ്ങളും പങ്കാളിയാവുക ഈ സമരയാത്രയിൽ. രാജ്യത്തിന്റെ മണ്ണും വായും ജലവും വരെ കുത്തകകൾക്ക് വിൽപ്പന നടത്തിയ കേന്ദ്ര സർക്കാർ അവസാനം നാടിനെ പോറ്റുന്ന കർഷകനെ വരെ വിൽപ്പനയ്ക്ക് വെച്ചപ്പോൾ തണുത്തുറഞ്ഞ ഡൽഹിയുടെ മണ്ണിൽ സജീവന് വേണ്ടി സമരസജ്ജരായ കർഷകർക്ക് വേണ്ടി നിങ്ങളും സമര പോരാളികളാവുക. സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ നടത്തുന്ന ട്രാക്ടർ മാർച്ചിൽ നിങ്ങളും പങ്കാളിയാവുക. പ്രിയമുള്ളവരെ, അധിനിവേശ കങ്കാണിമാർക്ക് നേരെ സമര പോരാട്ടം നയിച്ച് ധീരദേശാഭിമാനി ഷഹീദ് വെല്ലത്ത് ടിപ്പു സുൽത്താന്റെ സ്പർശനമേറ്റ പാലക്കാടിന്റെ മണ്ണിൽ രാജ്യത്തിന്റെ കുത്തകൾക്ക് വിൽപ്പന നടത്തുന്ന സംഘപരിവാര കങ്കാണിമാർക്കെതിരെ സമരം നയിക്കുന്ന കർഷകർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ CPI നടത്തുന്ന ട്രാക്ടർ മാർച്ചിന് പാലക്കാടിന്റെ തിരുവോരങ്ങളെ പുളകമടിയിച്ചുകൊണ്ട് കടന്നു വരികയാണ്. പ്രിയമുള്ളവരെ, നിങ്ങളും പങ്കാളിയാവുക. കർഷക സമരത്തിന്റെ ട്രാക്ടർ ചക്രങ്ങൾ ഉരുളുന്നത് ഡൽഹിയുടെയും പാലക്കാടിന്റെയും തെരുവുകളിൽ മാത്രമല്ല, BJP എന്ന ഭരണകക്ഷിയുടെ അധികാരത്തിന്റെ മുകളിലേക്കാണ്. കർഷക വിരുദ്ധ കോർപ്പറേറ്റ് പ്രീണന സ്വഭാവമുള്ള ഭരണകൂട നിലപാടിനോട് സ്വതന്ത്ര ഇന്ത്യയുടെ ഏറ്റവും വലിയ കർഷക മാർച്ച് ഡൽഹിയിൽ നടക്കുമ്പോൾ അതിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി നടത്തുന്ന
പോലും തെരുവുകളിൽ സമരസജ്ജരായ നടത്തുന്ന ട്രാക്ടർ മാർച്ച് ഈ വാഹനത്തിന്റെ തൊട്ടുപിറകിലായി കടന്നു വരികയാണ്. പ്രിയമുള്ളവരെ, കാഴ്ചക്കാരായി മാറി നിൽക്കാതെ നിങ്ങൾ പങ്കാളിയാവുക ഈ സമര പോരാട്ടഭൂമിയിൽ. രാജ്യത്തിന്റെ മണ്ണും വായും ജലവും വരെ കുത്തകൾക്ക് വിൽപ്പന നടത്തിയ കേന്ദ്ര സർക്കാർ അവസാനം നാടിനെ പോറ്റുന്ന കർഷകരെ വിൽപ്പനയ്ക്ക് വെച്ചപ്പോൾ തണുത്തുറന്ന ഡൽഹിയുടെ മണ്ണിൽ സ്വജീവന് വേണ്ടി സമരം നയിക്കുന്ന കർഷകർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ നയിക്കുന്ന ട്രാക്ടർ മാർച്ച് പാലക്കാടിന്റെ തെരുവുകളെ പ്രകമ്പനം കൊള്ളിച്ചുകൊണ്ട് ഈ വാഹനത്തിന്റെ തൊട്ടുപിറകലായി കടന്നു വരുമ്പോൾ കാഴ്ചക്കാരായി മാറി നിൽക്കാതെ ഈ സമര പോരാട്ടത്തിൽ നിങ്ങളും പങ്കാളിയാവുക. അധിനിവേശ കാണ്ടിമാർക്ക് നേരെ സമര പോരാട്ടം നയിച്ച ധീരദേശാഭിമാനി ഷഹീദ് മില്ലത്ത് ടിപ്പു സുൽത്താനിന്റെ പാദസ്പർശനമേറ്റ പാലക്കാടിന്റെ മണ്ണിൽ രാജ്യത്തെ കുത്തകകൾക്ക് വിൽപ്പന നടത്തിയ സംഘപരിവാര കാണ്ടിമാർക്കെതിരെ സമരം നയിക്കുന്ന കർഷകർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ SDPI നയിക്കുന്ന ട്രാക്ടർ മാർച്ച് ഈ വഴിത്താരയെ കടന്നു വരികയാണ്. ഭരണഘടന നിലവിൽ വന്ന റിപ്പബ്ലിക്കൻ പുനരിയിൽ ഭരണഘടന സംരക്ഷിക്കാൻ പോരുനയിക്കും ഇന്ത്യൻ ജനത. ഫാസിസത്തിന് ഭീകര ഭരണം അരുതെന്നാൻ അറുതി വരുത്താൻ പടയണി ചേരുക സോദരരെ. SDPI നടത്തുന്ന ട്രാക്ടർ മാർച്ചിൽ നിങ്ങളും പങ്കാളിയാവുക. ഡൽഹിയുടെ മണ്ണിൽ പോരാട്ടം തീർക്കുന്ന കർഷകർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ നടത്തുന്ന ട്രാക്ടർ മാർച്ച് പാലക്കാടിന്റെ തെരുവുകളെ പ്രകമ്പനം കൊള്ളിച്ചുകൊണ്ട് കടന്നു വരികയാണ്. പ്രിയമുള്ളവരെ, കാഴ്ചക്കാരായി മാറി നിൽക്കാതെ നോക്കി നിൽക്കാതെ നിങ്ങളും പങ്കാളിയാവുക. ഈ ചരിത്ര സമര പോരാട്ടത്തിൽ ഒരു ബിന്ദുവായി മാറുക. സുന്ദരമായൊരു നാളുകൾ തീർക്കാൻ സ്വപ്നം നെയ്തൊരു ഭരണഘടന ദേശവിരുദ്ധ സംഘീകൂട്ടം അസ്ഥിരമാക്കാൻ നോക്കുമ്പോൾ പോരാട്ടത്തിൽ തേറുതെളിച്ച് ഫാസിസത്തെ നിലക്കുതിർത്തി ഭരണഘടന സംരക്ഷിക്കാൻ പ്രതിജ്ഞ ചെയ്യുക സോദരരെ. ഡൽഹിയുടെ മണ്ണിൽ പോരാട്ടം നയിക്കുന്ന കർഷകർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ SDPI നയിക്കുന്ന ട്രാക്ടർ മാർച്ച് ഈ വാഹനത്തിന്റെ തൊട്ടുപിറകിലായി കടന്നു വരികയാണ്. പ്രിയമുള്ളവരെ, നിങ്ങളും പങ്കാളിയാവുക ഈ സമര ജാഥയിൽ. രാജ്യത്തിന്റെ നട്ടലായ കാർഷിക മേഖലയൊന്നാകെ കോർപ്പറേറ്റിന് അടിയറ വെച്ച ഫാസിസത്തിന്റെ ദുർഭരണത്തെ പിടിച്ചുകെട്ടാൻ നിലക്ക് നിർത്താൻ പോരുനയിക്കും കർഷകരെ നിങ്ങൾക്ക് 1000 അഭിവാദ്യങ്ങൾ എന്നർപ്പിച്ചുകൊണ്ട് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ നയിക്കുന്ന ഐക്യദാർഢ്യ മാർച്ച് ട്രാക്ടർ മാർച്ച് ഈ വാഹനത്തിന്റെ തൊട്ടുപിറകിലായി കടന്നു വരികയാണ്. പ്രിയമുള്ളവരെ, സ്നേഹമുള്ളവരെ, കാർഷിക മേഖലയെ ഒന്നാകെ കോർപ്പറേറ്റ് ഭീമന്മാർക്ക് അടിയറ വെച്ച് സംഘീഭരണം ഇന്ത്യൻ ജനതയെ അന്നം മുട്ടുന്ന കർഷകരെല്ലാം പൊരുതുന്നു. രാജ്യത്തിന്റെ രക്ഷയ്ക്കായി പൊരുതും ജനതയ്ക്കൊപ്പം നിൽക്കാൻ പടയണി ചേരുക സോദരരെ, നിങ്ങൾ പങ്കാളിയാവുക. പ്രിയമുള്ളവരെ, ഡൽഹിയുടെ മണ്ണിൽ കർഷകർ സമരം നടത്തുന്ന കർഷകർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ നയിക്കുന്ന ഐക്യജാഥ ട്രാക്ടർ മാർച്ച് പാലക്കാടിന്റെ തെരുവുകളെ പ്രകമ്പനം കൊള്ളിച്ചുകൊണ്ട് കടന്നു വരികയാണ്. സംഘപരിവാരത്തിന്റെ ചുറ്റൂരങ്ങൾക്ക് വേണ്ടി നിയമം നെയ്തെടുക്കുന്നവർക്ക് താക്കീതായി ഡൽഹിയുടെ മണ്ണിൽ പോരാട്ടം നടത്തുന്ന കർഷകർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ നയിക്കുന്ന ട്രാക്ടർ മാർച്ച് പാലക്കാടിന്റെ തെരുവുകളെ പ്രകമ്പനം കൊള്ളിച്ചുകൊണ്ട് കടന്നു വരികയാണ്. പ്രിയമുള്ളവരെ, സ്നേഹമുള്ളവരെ, നിങ്ങളും പങ്കാളിയാവുക. തണുത്തുറഞ്ഞ ഡൽഹിയുടെ മണ്ണിൽ പോരാട്ടത്തിൽ ചരിത്രം രചിക്കും കർഷക മക്കൾക്ക് അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ നടത്തുന്ന ട്രാക്ടർ മാർച്ച് ഈ വഴിത്താരയെ കടന്നു വരികയാണ്. കാഴ്ചക്കാരായി മാറി നിൽക്കാതെ നോക്കി നിൽക്കാതെ കടന്നു വരുന്ന സുഹൃത്ത്, ഈ ചരിത്ര പോരാട്ട ജാഥയിൽ നിങ്ങളും പങ്കാളിയാവുക. ഭരണഘടന നിലവിൽ വന്ന റിപ്പബ്ലിക്കൻ പുനരിയിൽ ഭരണഘടന സംരക്ഷിക്കാൻ പോരുനയിക്കും ഇന്ത്യൻ ജനത. ഫാസിസത്തിൽ ഭീകര ഭരണം അരുതെന്നോടാൻ അറുതി വരുത്താൻ പടയണി ചേരുക സോദരരെ. ഡൽഹിയുടെ മണ്ണിൽ സമരസജ്ജരാകുന്ന കർഷകർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ SDPI നയിക്കുന്ന ട്രാക്ടർ മാർച്ച് ഈ വാഹനത്തിന്റെ തൊട്ടുപിറകിലായി ഈ തെരുവോരങ്ങളെ പ്രകമ്പനം കൊള്ളിച്ചിട്ടുണ്ട്.
കടന്നു വരികയാണ്. സുന്ദരമായൊരു നാളുകൾ കേൾക്കാൻ ചട്ടം ചെയ്തൊരു ഭരണഘടന ദേശവിരുദ്ധ സംഘീകൂട്ടം അസ്ഥിരമാക്കാൻ നോക്കുമ്പോൾ പോരാട്ടത്തിൽ തേരുതെളിച്ച് ഫാസിസത്തെ നിലക്ക് നിർത്തി ഭരണഘടന സംരക്ഷിക്കാൻ പ്രതിജ്ഞ ചെയ്യുക സോദരരെ. ഡൽഹിയുടെ മണ്ണിൽ കർഷക സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ നയിക്കുന്ന ട്രാക്ടർ മാർച്ചിന ഈ വാഹനത്തിന്റെ തൊട്ടുപിറകിലായി കടന്നു വരികയാണ്. പ്രിയമുള്ളവരെ, സ്നേഹമുള്ളവരെ, കാർഷിക മേഖല ഒന്നാകെ കോർപ്പറേറ്റ് ഭീമന്മാർക്ക് അടിയറ വെച്ച് സംഘീകരണം ഇന്ത്യൻ ജനതയെ അന്നമൂട്ടും. കർഷകരെല്ലാം പൊരുതുന്ന രാജ്യത്തിന്റെ രക്ഷയ്ക്കായി പൊരുതും ജനതക്കൊപ്പം നിൽക്കാൻ പടിയടിച്ചേരുക. പ്രിയമുള്ളവരെ, SDPI നടത്തുന്ന ഐക്യദാർഢ്യ റാലിക്കുന്ന ഈ വാഹനത്തിന്റെ തൊട്ടുപിറകിലായി കടന്നു വരികയാണ്. ആദവനിക്കും സംഘീയ സർക്കാർ കോർപ്പറേറ്റ് ദല്ലാളൻ ചളിയിലും ഉഴുതുപറിച്ച് ഇന്ത്യൻ ജനത കണ്ണം നൽകും. കർഷകരുടെ നട്ടല്ലൊടിക്കും. കാർഷിക നിയമം വേണ്ട എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഡൽഹിയുടെ മണ്ണിൽ സമരസജ്ജരായ കർഷകർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ നയിക്കുന്ന ട്രാക്ടർ മാർച്ചിത പാലക്കാടിന്റെ തെരുവുകളെ പ്രകമ്പനം കൊള്ളിച്ചുകൊണ്ട് കടന്നു വരികയാണ്. കാഴ്ചക്കാരായി മാറി നിൽക്കാതെ, നോക്കി നിൽക്കാതെ നിങ്ങളും പടിച്ചേരുക. പ്രിയമുള്ളവരെ, പടയണയിൽ ചേരുക. ഭരണഘടന നിലവിൽ വന്ന റിപ്പബ്ലിക്കൻ പുലരിയിൽ ഭരണഘടന സംരക്ഷിക്കാൻ പോരുതയിക്കും ഇന്ത്യൻ ജനത. ഫാസിസത്തിൻ ഭീകര ഭരണം അരുതെന്നോതാൻ അറുതി വരുത്താൻ പടയണി ചേരുക. പ്രിയമുള്ളവരെ, സ്നേഹമുള്ളവരെ, ഡൽഹിയുടെ മണ്ണിൽ പോരാട്ടം തീർക്കുന്ന കർഷകർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ നയിക്കുന്ന ട്രാക്ടർ മാർച്ചിത പാലക്കാടിന്റെ തെരുവുകളെ പ്രകമ്പനം കൊള്ളിച്ചുകൊണ്ട് കടന്നു വരികയാണ്. പ്രിയമുള്ളവരെ, കാഴ്ചക്കാരായി മാറി നിൽക്കാതെ, നോക്കി നിൽക്കാതെ ഈ സമര ജാതിയിൽ പങ്കാളിയാവുക. സുന്ദരമായൊരു നാളുകൾ തീർക്കാൻ സ്വപ്നം നെയ്തൊരു ഭരണഘടന ദേശവിരുദ്ധ സംഘീകൂട്ടം അസ്ഥിരമാക്കാൻ നോക്കുമ്പോൾ പോരാട്ടത്തിൽ തേരുതെളിച്ച് ഫാസിസത്തെ നിലക്ക് നിർത്തി ഭരണഘടന സംരക്ഷിക്കാൻ പ്രതിജ്ഞ ചെയ്യുക. സോദരരെ, ജീവിക്കാനായി വേണ്ടി ഡൽഹിയുടെ മണ്ണിൽ പോരാട്ടം തീർക്കുന്ന കർഷകർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ നയിക്കുന്ന ട്രാക്ടർ മാർച്ചിത ഈ വാഹനത്തിന്റെ തൊട്ട് പിറകിലായി കടന്നു വരികയാണ്. പ്രിയമുള്ളവരെ, കാഴ്ചക്കാരായി മാറി നിൽക്കാതെ, നോക്കി നിൽക്കാതെ ഈ ചരിത്ര സമര പോരാട്ടത്തിൽ നിങ്ങളും പങ്കാളിയാവുക. പിറന്ന വീണ മണ്ണിൽ സ്വസ്ഥമായി സ്വതന്ത്രമായി ജീവിക്കാൻ റിപ്പബ്ലിക്കിന്റെ പുലരിയിൽ പോലും തെരുവുകളിൽ സമരസജ്ജരായ കർഷകർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് SDPI നടത്തുന്ന ട്രാക്ടർ മാർച്ച് സമര പോരാട്ടങ്ങൾ ഏറെ കണ്ട പാലക്കാടിന്റെ തെരുവുകളെ പ്രകമ്പനം കൊള്ളിച്ചുകൊണ്ട് കടന്നു വരികയാണ്. രാജ്യത്തിന്റെ മണ്ണും വായുവും ജലവും വരെ കുത്തകകൾക്ക് വിൽപ്പന നടത്തിയ കേന്ദ്ര സർക്കാർ അവസാനം നാടിനെ പോറ്റുന്ന കർഷകന് വരെ വിൽപ്പനയ്ക്ക് വെച്ചപ്പോൾ തണുത്തുറഞ്ഞ ഡൽഹിയുടെ മണ്ണിൽ സ്വന്തം ജീവന് വേണ്ടി സമരം നയിക്കുന്ന കർഷകർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ SDPI നടത്തുന്ന കർഷക മാർച്ചിത ഈ വാഹനത്തിന്റെ തൊട്ട് പിറകിലായി കടന്നു വരികയാണ്. പ്രിയമുള്ളവരെ, സ്നേഹമുള്ളവരെ, നിങ്ങളും പങ്കാളിയാവുക ഈ കർഷക മാർച്ചിൽ. അധിനിവേശ കങ്കാണിമാർക്ക് നേരെ സമര ചരിത്രം നയിച്ച ധീരദേശാഭിമാനി ഷഹീദ് ടിപ്പു സുൽത്താന്റെ പാദസ്പർശനമേറ്റ പാലക്കാടിന്റെ മണ്ണിൽ രാജ്യത്തിന്റെ കുത്തകകൾക്ക് വിൽപ്പന നടത്തുന്ന സംഘപരിവാര കങ്കാണിമാർക്കെതിരെ സമരം നയിക്കുന്ന കർഷകർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ നയിക്കുന്ന ട്രാക്ടർ മാർച്ചിത ഈ വാഹനത്തിന്റെ തൊട്ടു പിറകിലായി കടന്നു വരികയാണ്. കർഷക സമരത്തിന്റെ ട്രാക്ടർ ചക്രങ്ങൾ ഉരുളുന്നത് ഡൽഹിയുടെയും പാലക്കാടിന്റെയും തെരുവുകളിൽ മാത്രമല്ല, BJP എന്ന ഭരണകക്ഷിയുടെ ധിക്കാരത്തിന്റെ മുകളിലേക്കാണ്. കർഷക വിരുദ്ധ കോർപ്പറേറ്റ് പീഡന സ്വഭാവമുള്ളതുമായ ഭരണകൂട നിലപാടിനോട് സ്വതന്ത്രമായ ഇന്ത്യ കണ്ട ഏറ്റവും വലിയ കർഷക സമരം ഡൽഹിയുടെ മണ്ണിൽ നടക്കുന്നു. അതിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ നയിക്കുന്ന ട്രാക്ടർ മാർച്ചിത ഈ പാലക്കാടിന്റെ തെരുവുകളെ പ്രകമ്പനം കൊള്ളിച്ച് കടന്നു വരുന്ന ട്രാക്ടർ മാർച്ചിൽ നിങ്ങളും പങ്കാളിയാകും. രാജ്യത്തിന്റെ മണ്ണും വായുവും ജലവും വരെ കുത്തകകൾക്ക് വിൽപ്പന നടത്തിയ കേന്ദ്ര സർക്കാർ അവസാനം നാടിനെ പോറ്റുന്ന കർഷകരെ
പാതയിൽ കടന്നു വരികയാണ്. നിങ്ങൾ പങ്കാളിയായ ഇതിലേക്ക് രാജ്യത്തിന്റെ നട്ടല്ലായ കാർഷിക മേഖല ഒന്നാകെ കോർപ്പറേറ്റിന് അടിയറ വെച്ച കർഷകരുടെ മുതലാളിത്ത കുത്തകകൾക്ക് കാർഷിക മേഖല അടിയറ വെക്കും കാർഷിക മേഖല ഒന്നാകെ കോർപ്പറേറ്റ് ഭീമന്മാർക്ക് അടിയറ വെച്ചു സംഘീകരണം ഇന്ത്യൻ ജനതയെ അന്നം മുട്ടും കർഷകരെല്ലാം പറയുന്നു രാജ്യത്തിന്റെ രക്ഷക്കായി കൊണ്ടുപോകണം
കട്ടിയിൽ കയറിയിട്ടേ കാറ്റെടുക്കണ്ട അല്ലേ സമരസജ്ജരായ കർഷകർ കൈക്കലാക്കി പ്രഖ്യാപിച്ചുകൊണ്ട് ട്രാക്ടർ ബാധ്യത ഈ പതിക്കാരനിൽ കടന്നുവരികയാണ്. ശരിയുള്ളവരെ നിങ്ങളും പങ്കാളിയാകും. സുന്ദരമായൊരു നാളുകൾ തീർക്കാൻ സ്വന്തം ഭരണഘടന ദേശവിരുദ്ധ സംഗീതങ്ങൾ അക്ഷരമാക്കാൻ നോക്കുമ്പോൾ പോരാട്ടത്തിന് പേരുകൾക്കും വാസിത്വത്തെ നിലക്ക് നിർത്തി ഭരണഘടന സംരക്ഷിക്കാൻ പ്രതിജ്ഞ ചെയ്യുക. സോദരരെ പ്രതിജ്ഞ ചെയ്യുക, പങ്കാളിയാവുക. ഈ ട്രാക്ടർ മാർച്ചിൽ നിങ്ങളും പങ്കാളിയാവുക. ധനിഷ്ഠിത മണ്ണിൽ സമരം നയിക്കുന്ന കർഷകർ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ നയിക്കുന്ന കർഷക മാർച്ചിൽ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് SDPI നയിക്കുന്ന ട്രാക്ടർ മാർച്ചിൽ നിങ്ങളും പങ്കാളിയാവുക. രാജ്യത്തിന്റെ നട്ടലായ കാർഷിക മേഖലയൊന്നാകെ കോർപ്പറേറ്റിന് അടിയറ വെച്ച ഫാസിസത്തിന്റെ ദുർഭരണത്തെ പിടിച്ചുകെട്ടാൻ നിലക്ക് നിർത്താൻ പോരുനയിക്കും കർഷകരെ നിങ്ങൾക്ക് അഭിവാദ്യമെന്ന് അർപ്പിച്ചുകൊണ്ട് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ SDPI നയിക്കുന്ന ട്രാക്ടർ മാർച്ചിത പാലക്കാടിന്റെ തെരുവുകളെ പ്രകമ്പനം കൊള്ളിച്ചുകൊണ്ട് ഈ വാഹനത്തിന്റെ തൊട്ടുപിറകിലായി കടന്നു വരികയാണ്. പ്രിയമുള്ളവരെ, കാഴ്ചക്കാരായി നോക്കി നിൽക്കാതെ മാറി നിൽക്കാതെ നിങ്ങളും പങ്കാളിയാവുക. കാർഷിക മേഖല ഒന്നാകെ കോർപ്പറേറ്റ് ഭീമന്മാർക്ക് അടിയറ വെച്ച സംഘീഭരണം ഇന്ത്യൻ ജനതയെ അന്നമൂട്ടും. കർഷകരെല്ലാം പൊരുതും രാജ്യത്തിന്റെ രക്ഷക്കായി പൊരുതും ജനതയ്ക്കൊപ്പം നിൽക്കാൻ പടയണി ചേരുക. ഡൽഹിയുടെ മണ്ണിൽ പോരാട്ടം തീർക്കുന്ന കർഷകർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ SDPI നടത്തുന്ന ട്രാക്ടർ മാർച്ചിത പാലക്കാടിന്റെ തെരുവുകളെ പ്രകമ്പനം കൊള്ളിച്ചുകൊണ്ട് അതിന്റെ സമാപന പോയിന്റിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. കാഴ്ചക്കാരായി മാറി നിൽക്കാതെ ഈ ചരിത്രയാത്രയിൽ നിങ്ങളും പങ്കാളിയാവുക. സമര പോരാട്ടങ്ങൾക്ക് സജ്ജമൊഴിച്ച പാലക്കാടിന്റെ മണ്ണിൽ പുതിയ ചരിത്രം തീർക്കുകയാണ് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ. കർഷകർ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് SDPI നടത്തുന്ന ട്രാക്ടർ മാർച്ചിത ഈ വാഹനത്തിന്റെ തൊട്ടുപിറകിലായി കടന്നു വരികയാണ്. കാഴ്ചക്കാരായി നോക്കി നിൽക്കാതെ കടന്നു വരിക. പ്രിയമുള്ളവരെ, നിങ്ങളെ ഈ ജാതിയിലേക്ക് അനുചേരുക. നാടുഭരിക്കും സംഘീയ സർക്കാർ കോർപ്പറേറ്റ് ദല്ലാള് ചേറിൽ ചെളിയിലും ഒഴുകുമറിച്ച് ഇന്ത്യൻ ജനതയ്ക്ക് അന്നം നൽകും. കർഷകന്റെ നട്ടലൊടിക്കും കാർഷിക നിയമം വേണ്ട വേണ്ട എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഡൽഹിയുടെ മണ്ണിൽ പോരാട്ടം നടത്തുന്ന കർഷകർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ SDPI നയിക്കുന്ന ട്രാക്ടർ മാർച്ചിത പാലക്കാടിന്റെ തെരുവുകളെ പ്രകമ്പനം കൊള്ളിച്ചുകൊണ്ടതിന്റെ സമാപന കേന്ദ്രത്തിലേക്ക് പത്രജാതി പട്ടികവർഗങ്ങൾ ജനങ്ങൾക്കുണ്ട് അതിന്റെ തെരുവുകളെ ഈ സമരത്തിൽ നിങ്ങളും പങ്കാളിയാവുക. രാജ്യത്തിന്റെ മണ്ണും വായുവും ജലകുപ്പലെ കുത്തുകൾക്ക് വിൽപ്പന നടത്തിയ കേന്ദ്ര സർക്കാർ അവസാനം നാടിനെ പോറ്റുന്ന കർഷകരെ വരെ വിൽപ്പനയ്ക്ക് വെച്ചപ്പോൾ തണുത്തുറഞ്ഞ ഡൽഹിയുടെ മണ്ണിൽ സജീവതയുടെ സമരം നടത്തുന്ന കർഷകർക്ക് സമരം ഇന്ത്യ സ്വതന്ത്ര സമയത്ത് പറഞ്ഞു. മഹാത്മാഗാന്ധി പറഞ്ഞു, ജവഹർലാൽ നെഹ്റു പറഞ്ഞു, അംബേദ്കറാണ് പറഞ്ഞു, ഇവിടെ പ്രത്യേക പെർമിഷൻ വേണ്ട, പാർലമെന്റിൽ പ്രത്യേക പെർമിഷൻ വേണ്ട, നിയമസഭയിൽ പെർമിഷൻ വേണ്ട, ഉദ്യോഗത്തിൽ പെർമിഷൻ വേണ്ട. ഇവിടുത്തെ പട്ടികാധിപത്യ പറയുന്നത് കാര്യങ്ങൾ ഞങ്ങൾ കോൺഗ്രസ്സുകാരനെ ഉയർത്തുന്നതാണെന്ന് മഹാത്മാഗാന്ധിയും ഇവിടെ ജവഹർലാൽ അംബേദ്കറോട് പറഞ്ഞു. പക്ഷേ അംബേദ്കർ അതിനുകൊണ്ട് ഇവരുടെ രാഷ്ട്രീയ നേതാക്കന്മാരോട്, രാഷ്ട്രീയ കമ്പരാക്കന്മാരോട്, ഇവരുടെ നാട്ടുരാജക്കന്മാരോട്, പിന്നോക്കക്കാരോട് ഒറ്റയ്ക്ക് യുദ്ധം ചെയ്തുകൊണ്ടാണ് തങ്ങളിടയിൽ പട്ടികവർഗ സംവരണ പട്ടികാധിപത്യങ്ങൾക്ക് പ്രത്യേക സംവരണം മേടിക്കുന്നത്. എന്നിട്ട് പോലും ഇവിടെ ഒരു ഐക്യദാർഢ്യം
ഇൻകുലാബ് സിന്ദാബാദ്, SDPI സിന്ദാബാദ്, ട്രാക്ടർ പരേഡ് സിന്ദാബാദ്, ഐക്യദാർഢ്യം ഐക്യദാർഢ്യം, പൊരുതും കർഷകർക്ക് ഐക്യദാർഢ്യം, ട്രാക്ടർ പരേഡിന് ഐക്യദാർഢ്യം. തണുത്തുറഞ്ഞ ഡൽഹി മണ്ണിൽ പോരാട്ടത്തിന് ചരിത്രം രചിക്കും കർഷക മക്കൾക്ക് അഭിവാദ്യങ്ങൾ. രാജ്യത്തിന്റെ രക്ഷയ്ക്കായി നിങ്ങൾ തീർക്കും സമരമുഖം, ഞങ്ങൾക്കെന്നും ആവേശം. ഐക്യദാർഢ്യം ഐക്യദാർഢ്യം, പൊരുതും കർഷകർക്ക് ഐക്യദാർഢ്യം, ട്രാക്ടർ പരേഡിന് ഐക്യദാർഢ്യം. ഭരണഘടന നിലവിൽ വന്ന റിപ്പബ്ലിക്കിൻ പൊൻപുലരിയിൽ ഭരണഘടന സംരക്ഷിക്കാൻ പോരു നയിക്കും ഇന്ത്യൻ ജനത. ഫാഷിസത്തിൻ ഭീകരഭരണം അരുതെന്നോതാൻ അറുതി വരുത്താൻ പടയണി ചേരുക സോദരരെ. ഇൻകുലാബ് സിന്ദാബാദ്, SDPI സിന്ദാബാദ്, ട്രാക്ടർ പരേഡ് സിന്ദാബാദ്. സുന്ദരമായൊരു നാളുകൾ തീർക്കാൻ സ്വപ്നം നെയ്തൊരു ഭരണഘടന ദേശവിരുദ്ധ സംഘിക്കൂട്ടം അസ്ഥിരമാക്കാൻ നോക്കുമ്പോൾ പോരാട്ടത്തിൻ തേരുതെളിച്ച് ഫാഷിസത്തെ നിലയ്ക്കു നിർത്തി ഭരണഘടന സംരക്ഷിക്കാൻ പ്രതിജ്ഞ ചെയ്യുക സോദരരെ. ഇൻകുലാബ് സിന്ദാബാദ്, SDPI സിന്ദാബാദ്, ട്രാക്ടർ പരേഡ് സിന്ദാബാദ്. രാജ്യത്തിന്റെ നട്ടെല്ലായ കാർഷിക മേഖലയൊന്നാകെ കോർപ്പറേറ്റിന് അടിയറ വെച്ച ഫാഷിസത്തിൻ ദുർഭരണത്തെ പിടിച്ചുകെട്ടാൻ നിലക്കു നിർത്താൻ പോരു നയിക്കും കർഷകരെ. നിങ്ങൾക്കായിരം അഭിവാദ്യങ്ങൾ. കാർഷിക മേഖലയൊന്നാകെ കോർപ്പറേറ്റ് ഭീമന്മാർക്ക് അടിയറ വെച്ചു സംഘീകരണം. ഇന്ത്യൻ ജനതയെ അന്നം ഊട്ടും കർഷകരെല്ലാം പൊരുതുന്നു. രാജ്യത്തിന്റെ രക്ഷയ്ക്കായി പൊരുതും ജനതയ്ക്കൊപ്പം നിൽക്കാൻ പടയണി ചേരുക സോദരരെ. ഇൻകുലാബ് സിന്ദാബാദ്, SDPI സിന്ദാബാദ്, ട്രാക്ടർ പരേഡ് സിന്ദാബാദ്. ഐക്യദാർഢ്യം ഐക്യദാർഢ്യം, പൊരുതും കർഷകർക്ക് ഐക്യദാർഢ്യം, ട്രാക്ടർ പരേഡിന് ഐക്യദാർഢ്യം. വണ്ടി കുറച്ചുകൂടി കിട്ടാൻ ചെറിയൊരു പോസ്റ്ററുണ്ട് മുസ്ലിം ആനുകൂല്യം. 아,
ഹൃദയ സുഹൃത്തുക്കൾ, ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യയുടെ സ്നേഹോഷ്മളമായ 72ാം റിപ്പബ്ലിക് ദിന ആശംസകൾ അർപ്പിക്കുകയാണ്. കർഷക വിരുദ്ധ നിയമങ്ങൾ പിൻവലിക്കുക, രാജ്യ തലസ്ഥാനമായ ഡൽഹിയിൽ നടന്നുകൊണ്ടിരിക്കുന്ന ലക്ഷക്കണക്കിന് കർഷകരും ട്രാക്ടറുകളും അണിനിരന്നിട്ടുള്ള ട്രാക്ടർ റാലിക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യയുടെ സംസ്ഥാന കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നിശ്ചയിക്കപ്പെട്ട ട്രാക്ടർ റാലിക്കുള്ള ഐക്യദാർഢ്യ യാത്രയാണ് ഇപ്പോൾ ഇവിടെ സ്റ്റേഡിയം പരിസരത്ത് എത്തിച്ചേർന്നിട്ടുള്ളത്. ഈ പരിപാടിയിലൂടെ പാർട്ടി മുന്നോട്ട് വെക്കുന്ന മുദ്രാവാക്യങ്ങളും സന്ദേശങ്ങളും ആധികാരികമായി നൽകുന്നതിന് പാർട്ടിയുടെ സമാദരണീയനായ സംസ്ഥാന കാര്യദർശി ബഹുമാന്യനായ റോയ് അറക്കൽ വേദിയിൽ സന്നിഹിതനാണ്. അതുപോലെ തന്നെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം പി.കെ. ഉസ്മാൻ, മറ്റൊരു സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമായിട്ടുള്ള നമ്മുടെ ജില്ലക്കാരൻ കൂടിയായ പ്രിയങ്കരനായ എസ് ഖാജ ഹുസൈൻ, ഈ പരിപാടിയുടെ അധ്യക്ഷത വഹിക്കുന്ന ബഹുമാന്യനായ പാർട്ടിയുടെ ജില്ലാ പ്രസിഡന്റ് SP അമീർ അലി, അതുപോലെ വ്യത്യസ്തങ്ങളായ സംഘടനകളെ പ്രതിനിധാനം ചെയ്തുകൊണ്ട് NCHR-യുടെ സംസ്ഥാന ചാപ്റ്റർ അധ്യക്ഷനായിട്ടുള്ള ബഹുമാന്യനായ വിളയോടി ശിവൻകുട്ടി, അതുപോലെ തന്നെ പോരാട്ടത്തിന്റെ സംസ്ഥാന ചെയർമാനായിട്ടുള്ള അഭിമന്യനായ MN രാവുണ്ണി തുടങ്ങി ഒട്ടേറെ നേതാക്കന്മാർ ഈ വേദിയിലിരിക്കെ ഞാൻ ആ സന്ദേശങ്ങളുടെ വിശദാംശങ്ങളിലേക്ക് പോകുന്നത് അനുചിതമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് എന്റെ നിയുക്തമാക്കപ്പെട്ട കർത്തവ്യം മാത്രം നിർവഹിച്ചുകൊണ്ട് ഞാൻ ഉപസംഹരിക്കാനാണ് ആഗ്രഹിക്കുന്നത്. പ്രിയമുള്ളവരെ, സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യയുടെ ഈ ട്രാക്ടർ റാലി, ഈ ഐക്യദാർഢ്യ യാത്ര വളരെ നേരത്തെ ഇവിടെ എത്തിച്ചേരേണ്ടതായിരുന്നു. പക്ഷേ കുറച്ചുകൂടി ഇതിന് വാർത്താ പ്രാധാന്യം കിട്ടുന്നതിനും ജനശ്രദ്ധ ആകർഷിക്കുന്നതിനു വേണ്ടി നമ്മുടെ പ്രിയങ്കരനായ നിയമപാലകര് ചില സൗകര്യം ചെയ്തു തന്നതിന്റെ പേരിലാണ് ഇത്തരത്തിൽ ഈ പരിപാടി അല്പം വൈകിയത് എന്ന് ആമുഖമായി സൂചിപ്പിക്കുന്നതോടൊപ്പം ബഹുമാന്യരായ നിയമപാലകർക്ക് പാർട്ടിയുടെ എല്ലാവിധ അഭിവാദ്യങ്ങളും ഞാൻ ഈ സന്ദർഭത്തിൽ ആദ്യമായി അർഹിക്കുകയാണ്. ആയതുകൊണ്ട് ഞാൻ എന്റെ കർത്തവ്യത്തിലേക്ക് കിടക്കുകയാണ്. പ്രിയമുള്ളവരെ, ഇവിടെ സന്നിഹിതരായിട്ടുള്ള ഈ പരിപാടിയുടെ അധ്യക്ഷത വഹിക്കുന്ന ജില്ലാ പ്രസിഡന്റ് SP അമീർ അലി അവർക്ക് ആദ്യമായി ഞാൻ സ്വാഗതം ആശംസിക്കുകയാണ്. അതുപോലെ ഇതിന്റെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്ന പാർട്ടിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി പ്രിയങ്കരനായ റോയ് അറക്കലിനെ ഈ വേദിയിലേക്ക് ഞാൻ സന്തോഷം സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ ഇവിടെ സന്നിഹിതനായിട്ടുള്ള പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗങ്ങളായിട്ടുള്ള P.K. ഉസ്മാൻ, ES ഖാജ ഹുസൈൻ, അതുപോലെ തന്നെ പ്രിയങ്കരനായ പോരാട്ടത്തിന്റെ സംസ്ഥാന ചെയർമാൻ MN രാവുണ്ണി, അതുപോലെ നമ്മുടെ NCHR-യുടെ സംസ്ഥാന ചാപ്റ്റർ അധ്യക്ഷൻ വിളയോടി ശിവൻകുട്ടി, അതുപോലെ നിജാമുദ്ദീൻ, അതുപോലെ കർഷക സംഘം നേതാക്കളായിട്ടുള്ള സജീഷ് കുത്തനൂര്, അറുമുഖൻ, അതുപോലെ തന്നെ ഇവിടെ വേദിയിലുള്ള പാർട്ടിയുടെ ജില്ലാ വൈസ് പ്രസിഡന്റ് ഷക്കീർ ഹുസൈൻ, നമ്മുടെ പ്രിയങ്കരായ ചിറ്റൂർ തത്തമംഗലം മുനിസിപ്പാലിറ്റിയിലെ മുനിസിപ്പൽ കൗൺസിലറായിട്ടുള്ള സദ്ദാം, അതുപോലെ തന്നെ പൂർണ്ണനഗരം പഞ്ചായത്തിലെ SDPIയുടെ കൗൺസിലറായിട്ട് വാർഡ് മെമ്പറായിട്ടുള്ള മുകേഷ്, പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി ഷഹീർ ബാബു, ഇവിടെ സന്നിഹിതരായിട്ടുള്ള പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റി അംഗങ്ങൾ, ജില്ലാ ഭാരവാഹികൾ, മണ്ഡലം ഭാരവാഹികൾ, അതുപോലെ പ്രിയങ്കരായ മാധ്യമ സുഹൃത്തുക്കൾ, ജനാധിപത്യ വിശ്വാസികൾ, കർഷകരോട് സ്നേഹം പുലർത്തിക്കൊണ്ട് ഈ സമരത്തെ വിജയിപ്പിക്കുന്നതിന് വേണ്ടി ഇവിടെ സന്നിഹിതരായ പ്രിയങ്കരായ ട്രാക്ടർ ഉടമസ്ഥന്മാരും അതിലെ തൊഴിലാളികളുമായിട്ടുള്ള പ്രിയ സഹോദരങ്ങൾ, കാളവണ്ടിയുമായി ഇതിനെ അനുഗമിച്ച പ്രിയ സുഹൃത്ത്, അങ്ങനെ തുടങ്ങിയവരുടെ സന്നിഹിതരായ മുഴുവൻ ആളുകളെയും സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യയുടെ പേരിൽ ഈ പരിപാടിയിലേക്ക് ഒരിക്കൽ കൂടി സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്തുകൊണ്ട് ഈ പരിപാടിയുടെ അധ്യക്ഷത അലങ്കരിക്കുന്നതിന് വേണ്ടി ബഹുമാന്യനായ സംസ്ഥാന
ജില്ലാ പ്രസിഡന്റ് SP അമീർ അലിയെ സാദരം ക്ഷണിക്കുന്നു. അഭിവാദ്യങ്ങൾ. ജയ് സോഷ്യൽ ഡെമോക്രസി. സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യയുടെ സംസ്ഥാന കമ്മിറ്റിയുടെ തീരുമാനപ്രകാരം ഡൽഹിയിൽ ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന ഐതിഹാസികമായ കർഷകരുടെ റിപ്പബ്ലിക് പരേഡിന് സമാന്തരമായ ട്രാക്ടർ പരേഡിനെ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് പാലക്കാട് വെച്ച് നടത്താൻ വേണ്ടി പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റിയുടെ നിർദ്ദേശത്തെ തുടർന്ന് സംഘടിപ്പിച്ചിട്ടുള്ള പ്രതീകാത്മക ഐക്യദാർഢ്യ ട്രാക്ടർ പരേഡാണ് ഇവിടെ ഈ സ്റ്റേഡിയം സ്റ്റാൻഡ് പരിസരത്ത് സമാപിച്ചിരിക്കുന്നത്. ഈ പരേഡ് അതല്ലെങ്കിൽ ഈ ഐക്യദാർഢ്യ യാത്ര അതിൻ്റെ സമകാലിക പ്രസക്തിയെ സംബന്ധിച്ച് നമ്മുടെ നാട്ടിലെ ആരെയും പ്രത്യേകം പറഞ്ഞ് ബോധ്യപ്പെടുത്തേണ്ട കാര്യമില്ല. ഈ നാട്ടിലെ നമ്മുടെ രാജ്യത്ത് പിറന്നു വീണ അതല്ലെങ്കിൽ രാജ്യത്ത് ജീവിച്ചു കൊണ്ടിരിക്കുന്ന മുഴുവൻ ജനങ്ങളെയും ഒരുപോലെ ബാധിക്കുന്ന ഭീകരമായ നിയമങ്ങൾ, കാർഷിക ദ്രോഹ നിയമങ്ങൾ, ജനവിരുദ്ധ നിയമങ്ങൾ, യാതൊരുവിധ ആലോചനകളും ഇല്ലാതെ ഒരു സുപ്രഭാതത്തിൽ ധൃതി പിടിച്ച് നടപ്പിലാക്കിയാൽ നമ്മുടെ രാജ്യത്തിലെ ജനങ്ങൾ അതൊന്ന് അംഗീകരിച്ചു കൊള്ളും എന്ന തെറ്റായിട്ടുള്ള ധാരണ അത് ഇന്നത്തോടു കൂടി മോദി സർക്കാർ, നരേന്ദ്രമോദി സർക്കാർ, സംഘപരിവാർ സർക്കാർ അവസാനിപ്പിക്കേണ്ട ഒരു ഘട്ടമെത്തിയിരിക്കുകയാണ്. ഈ പരേഡ് അതല്ലെങ്കിൽ ഈ പരിപാടിയിൽ ഡൽഹിയിലെ കർഷക ട്രാക്ടർ പരേഡിന് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് ഇവിടെ സംഘടിപ്പിച്ച പരിപാടിയിൽ വിഷയം സംബന്ധിച്ച് വിശദമായി സംസാരിക്കാൻ ഇവിടെ ഒരു വലിയ കർഷക സമര പോരാട്ടത്തിന് നേതൃത്വം നൽകുന്ന കർഷക സംഘടനകളുടെ നേതാക്കന്മാർ തന്നെ ഇവിടെ എത്തിയിട്ടുണ്ട്. അവർ വിശദമായി ഇത് സംസാരിക്കുമെന്ന് ഞാൻ മനസ്സിലാക്കുകയാണ്. ഒരു കാര്യം പ്രത്യേകം ഈ സമയത്ത് ഓർമ്മപ്പെടുത്തി അതല്ലെങ്കിൽ അനുസ്മരിച്ച് ഞാൻ അവസാനിപ്പിക്കാം. നമ്മുടെ ഈ പരിപാടി ഇന്ന് അലവി മാഷ് നമ്മുടെ ജില്ലാ ജനറൽ സെക്രട്ടറി സൂചിപ്പിച്ചത് പ്രകാരം വളരെ നേരത്തെ തന്നെ തുടങ്ങേണ്ടതായിരുന്നു. ഒരാഴ്ച മുമ്പ് തന്നെ വളരെ നിയമപരമായി പോലീസിൻ്റെ അനുമതി രേഖാമൂലം വാങ്ങിയിട്ടാണ് നമ്മൾ ഈ പ്രോഗ്രാം തീരുമാനിച്ചിരുന്നത്. പക്ഷേ ഇന്നലെ രാത്രി നമ്മുടെ ബഹുമാനപ്പെട്ട പോലീസ് മേധാവിക്ക് എന്തോ ഒരു ഇൽഹാം ഇറങ്ങി എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ഈ പ്രോഗ്രാം ട്രാക്ടറുകൾ ടൗണിലേക്ക് ഇറക്കാൻ പാടില്ല എന്നാണ് തീരുമാനം. SDP-യുടെ എന്ന് മാത്രമല്ല, ഒരു പാർട്ടിയുടെയും ട്രാക്ടറുകൾ ടൗണിലേക്ക് കൊണ്ടുവരാൻ ഇനി ഞങ്ങൾ അനുവദിക്കില്ല എന്നാണ് പറഞ്ഞത്. ഒരു കാര്യം നിങ്ങളോട് പറയുകയാണ്, അത് SP ആവട്ടെ, DYSP ആവട്ടെ, ഇവിടുത്തെ ഏത് പോലീസ് ഉദ്യോഗസ്ഥരാവട്ടെ, നിങ്ങൾ ഈ രാജ്യത്തെ ജനങ്ങളെ
അവരുടെ സമരവീര്യത്തെ, അവരുടെ പോരാട്ട വീര്യത്തെ, സമരം ചെയ്യാനുള്ള ജനാധിപത്യ അവകാശത്തെ, ഭരണഘടനാ അവകാശത്തെ നിങ്ങളുടെ ഞൊട്ടി ന്യായങ്ങൾ പറഞ്ഞ് തടുക്കാനാണ് ഭാവമെങ്കിൽ ഇന്ന് 10 ട്രാക്ടറാണെങ്കിൽ ഞങ്ങൾ വിചാരിച്ചാൽ നാളെ രാവിലെ ഇവിടെ 1000 ട്രാക്ടറുകൾ വെച്ചുകൊണ്ട് ഈ ടൗൺ സ്തംഭിപ്പിക്കാൻ ഞങ്ങളെ കൊണ്ട് കഴിയും. അതുകൊണ്ട് ദയവ് വിചാരിച്ച് SDP മാത്രമല്ല, ഏത് രാഷ്ട്രീയ സംഘടനയാവട്ടെ, ഏത് കർഷക സംഘടനയാവട്ടെ, ആർക്കാണെങ്കിലും ഈ നാട് സ്തംഭിപ്പിച്ച് തന്നെ സമരം നടത്താനുള്ള ജനാധിപത്യ അവകാശമുണ്ട്. അതുകൊണ്ട് പാലക്കാട്ടെ പോലീസുകാർക്ക് നേരത്തെ തന്നെ ഒരു സ്വഭാവമുണ്ട്, സമ്മർദ്ദം ചെലുത്തി വരുതിയിലാക്കുക എന്ന്. ആ പരിപാടി സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യയുടെ മുമ്പിൽ എടുക്കരുത് എന്ന് പോലീസ് ഉദ്യോഗസ്ഥന്മാരോട് പറയാണ്. അതുകൊണ്ട് എങ്ങനെയാണ് സമരം ചെയ്യേണ്ടത്, എങ്ങനെയാണ് നിങ്ങളോട് സഹകരിക്കേണ്ടത് എന്നൊക്കെ വളരെ കൃത്യമായി ഞങ്ങൾക്കറിയാം. അതുകൊണ്ട് തന്നെ ഇവിടെ അലയുമാഷ് നിങ്ങളോടൊരു നന്ദി പറഞ്ഞു. ആ നന്ദി ഒരിക്കൽ കൂടി പറയുകയാണ്. ഞങ്ങളുടെ ഈ പരിപാടി അവിടെ തുടങ്ങാൻ പാടില്ല എന്ന് പറഞ്ഞു. വളരെ രസകരമായി ടൗണിലൂടെ തന്നെ ഈ 10 ട്രാക്ടറുകളും കൊടികെട്ടി പ്രവർത്തകരുടെ അകമ്പടിയോട് കൂടി തന്നെയാണ് ഈ റാലി ഇവിടുന്ന് കടന്നുപോയിട്ടുള്ളത്. ആ റാലി തന്നെയാണ് തിരിച്ചിവിടെയും എത്തിയിട്ടുള്ളത്. അതുകൊണ്ട് ഈ പരിപാടി വിജയിപ്പിക്കാൻ വേണ്ടി അഹോരാത്രം കഷ്ടപ്പെട്ട ബഹുമാനപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥന്മാരോട് തീർത്താൽ തീരാത്ത കടപ്പാടറിയിക്കുകയാണ്. ഞാൻ എൻ്റെ സംസാരം അവസാനിപ്പിക്കുകയാണ്. ഇന്ന് ട്രാക്ടർ പരേഡ് വളരെയേറെ വിഷമകരവും പ്രയാസകരവുമായിട്ടുള്ള ഡൽഹിയുടെ തണുത്ത് ഉറഞ്ഞ ആ അന്തരീക്ഷത്തിൽ നമ്മുടെ രക്തം, അതല്ലെങ്കിൽ നമ്മുടെ കൂടപ്പിറപ്പുകൾ, നമുക്ക് വേണ്ടി നമുക്ക് അന്നം തരുന്ന ആ കർഷക സഹോദരങ്ങൾ നടത്തുന്ന സമരത്തിന് നമ്മളിവിടെ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയാണ്. 100ഓളം വരുന്ന കർഷകരാണ് ഇതുവരെ മരണപ്പെട്ടിട്ടുള്ളത്. അതുകൊണ്ട് 100-ലധികം പേര് അവരോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഒരു 2 മിനിറ്റ് നമ്മൾ നിന്നുകൊണ്ട് അവരോട് ഒരു മൗനമാചരിക്കാൻ, ആ മരണപ്പെട്ട പോരാളികളോട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാൻ വേണ്ടി ഒരു 2 മിനിറ്റ് എണീറ്റ് നിന്നുകൊണ്ട് നമ്മൾ ചെലവഴിക്കാൻ തീരുമാനിച്ചു. നമ്മുടെ ഈ പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്യുന്നത് പാർട്ടിയുടെ സംസ്ഥാന കാര്യദർശി, രാഷ്ട്രീയ കേരളത്തിലെ നിറസാന്നിധ്യം ബഹുമാന്യനായ റോയ് ചേട്ടൻ. അതുപോലെ ഈ പരിപാടിയിൽ നമ്മളുടെ അതിഥികളായി പങ്കെടുക്കുന്നത് പോരാട്ടം ചെയർമാൻ MN രാവുണ്ണേട്ടൻ, പോരാട്ടം രാവുണ്ണേട്ടൻ എന്ന പേരിൽ അറിയപ്പെടുന്ന പാലക്കാട്ടെ പ്രമുഖ മനുഷ്യാവകാശ പ്രവർത്തകൻ, അതുപോലെ തന്നെ നാഷണൽ കോൺഫെഡറേഷൻ ഓഫ് വുമൻ റൈറ്റ്സ് ഓർഗനൈസേഷൻ NCHRയുടെ മനുഷ്യാവകാശ പ്രസ്ഥാനത്തിൻ്റെ കേരള ചാപ്റ്റർ അധ്യക്ഷൻ വിളയോടി ശിവൻകുട്ടി, അതുപോലെ കർഷക പോരാട്ടത്തിൽ പാലക്കാടിൻ്റെ നിറസാന്നിധ്യമായിട്ടുള്ള, ആഴ്ചകളോളമായി, ഒരു മാസത്തോളമായി നമ്മുടെ കളക്ട്രേറ്റിന് മുമ്പിൽ അനിശ്ചിതകാല സമരം നടത്തിക്കൊണ്ടിരിക്കുന്ന സമര സംഘടനയുടെ ജേതാവ് നിജാമുദ്ദീൻ മുതലമട, പ്രമുഖ വിവരാവകാശ പ്രവർത്തകനും കൂടിയാണ് അദ്ദേഹം. അതുപോലെ പാലക്കാട് കർഷക മുന്നേറ്റം ജില്ലാ സെക്രട്ടറി സജീഷ് കുത്തന്നൂർ, അതുപോലെ തന്നെ പ്രമുഖ കർഷക സമര പോരാളി ആറുമുഖൻ പത്തിച്ചിത്ര, ഡൽഹി കർഷക സമര ഐക്യദാർഢ്യയുടെ ജില്ലാ ജനറൽ സെക്രട്ടറിയാണ് അദ്ദേഹം. അതുപോലെ സാധുജന പരിപാലന സംഘത്തിൻ്റെ ജില്ലാ സെക്രട്ടറി വാസോട്ടൻ. അതുപോലെ നമ്മുടെ ഈ പ്രോഗ്രാമിൽ
നമ്മൾ അഭിസംബോധന ചെയ്യുന്ന പാർട്ടിയുടെ ബഹുമാനനായ സംസ്ഥാന സെക്രട്ടറി അംഗം പി കെ ഉസ്മാൻ സാഹിബ്, ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കുന്ന പാർട്ടിയുടെ സംസ്ഥാന ജില്ലാ വൈസ് പ്രസിഡന്റ് സക്കീർ അണ്ണൻ തുടങ്ങി ഈ പരിപാടി സംബന്ധിക്കുന്ന എല്ലാവരെയും ഈ പരിപാടിയിലേക്ക് ക്ഷണിക്കുകയാണ്. ഈ വലിയ പരിപാടിയിലേക്ക് അവരുടെ സജീവമായിട്ടുള്ള സാന്നിധ്യം, അവരുടെ എല്ലാ തരത്തിലുള്ള സഹകരണവും പ്രതീക്ഷിക്കുകയാണ്. ഈ പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി പാർട്ടിയുടെ ബഹുമാനനായ സംസ്ഥാന ജനറൽ സെക്രട്ടറി റോയി അറക്കലിനെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. കർഷക റാലിയുടെ സൗണ്ടില്ല സമാപന യോഗത്തിൽ അധ്യക്ഷത വഹിക്കുന്ന ജില്ലാ പ്രസിഡന്റ് അധ്യക്ഷത വഹിക്കുന്ന പാർട്ടിയുടെ ജില്ലാ പ്രസിഡന്റ് SP അമീർ അലി, വേദിയിലുള്ള പ്രിയങ്കനായ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം PK ഉസ്മാൻ, സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം ES ഖാജ ഹുസൈൻ, പോരാട്ടം സംസ്ഥാന ചെയർമാൻ MN രാവുണ്ണി, NCHRO സംസ്ഥാന പ്രസിഡന്റ് വിളയോടി ശിവൻകുട്ടി ചേട്ടൻ, വിവരാവകാശ പ്രവർത്തകൻ നിജാമുദ്ദീൻ, പാലക്കാട് കർഷക മുന്നേറ്റ സെക്രട്ടറി സതീഷ് പുത്തന്നൂർ, പ്രിയപ്പെട്ട ആർമുഖൻ, സ്വാഗതമാശംസ KT അലവി, പ്രിയ നേതൃത്വങ്ങളെ, ജനാധിപത്യ മതേതരത്വ വിശ്വാസികളെ, എൻ്റെ പ്രിയ സഹപ്രവർത്തകരെ, ഇന്ന് രാജ്യത്തിൻ്റെ 72ാം സ്വാതന്ത്ര്യ ദിനമാണ്. ആദ്യമായിട്ട് രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യ ദിനാശംസകൾ എല്ലാവർക്കും നേരുകയാണ്. സ്വാതന്ത്ര്യം നമ്മൾ റിപ്പബ്ലിക് ദിനം, സ്വാതന്ത്ര്യമല്ല റിപ്പബ്ലിക് ദിനം. റിപ്പബ്ലിക് ദിനത്തിൽ പ്രധാനമായിട്ടും നമ്മുടെ ഭരണഘടന നിലവിൽ വന്ന ദിവസമാണ്. സ്വാതന്ത്ര്യം കിട്ടി പിന്നീട് നമുക്കുള്ള പൂർണ്ണമായും റിപ്പബ്ലിക് ദിനമായി മാറുമ്പോൾ ഇന്ത്യയുടെ ഭരണഘടന പരിപൂർണമായും നിലവിൽ വന്ന ദിവസമാണ്. ഈ ഭരണഘടനയെ പിടിച്ചുകൊണ്ട് തന്നെയാണ്, അതിൽ പറഞ്ഞിരിക്കുന്ന അവകാശങ്ങളുമായിട്ടാണ് ഇന്ന് കർഷകരും സമരം ചെയ്തുകൊണ്ടിരിക്കുന്നത്. കർഷകർ ഡൽഹിയിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന സമരം
നവംബർ മാസം 24-ാം തീയതി തുടങ്ങിയ സമരമാണ്. 2 മാസം പിന്നിട്ടിട്ടും ഈ സമരത്തിന് സമാപനമായിട്ടില്ല എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ ചർച്ചയിൽ നിന്ന് ചർച്ചയിലേക്കാണ് ഇന്ന് കാര്യങ്ങൾ നീങ്ങിപ്പോകുന്നത്. ഇതിന് കാരണം എന്താണ്? ഈ സമരത്തിന് കാരണമെന്ന് ചോദിക്കുമ്പോൾ 3 ബില്ലുകൾ 2020 സെപ്റ്റംബർ മാസം 14-ാം തീയതി നമ്മുടെ രാജ്യത്തെ കൃഷിമന്ത്രി നരേന്ദ്ര സിംഗ് തോമർ അദ്ദേഹം പാർലമെന്റിൽ അവതരിപ്പിച്ചു. സെപ്റ്റംബർ 17-ാം തീയതി ലോക്സഭയിലാണ് ഈ ബില്ല് ആദ്യമായിട്ട് അവതരിപ്പിക്കുന്നത്. വളരെ വേഗത്തിൽ ചർച്ചകളില്ലാതെ സെപ്റ്റംബർ മാസം 20-ാം തീയതി 17-ാം തീയതി ലോക്സഭയിൽ പാസ്സാക്കുന്നു, 20-ാം തീയതി രാജ്യസഭയിൽ പാസ്സാക്കുകയാണ്. ഇതിനെ ചോദ്യം ചെയ്ത, ഇതിനെ പാർലമെന്റിൽ എതിർത്ത, പ്രതിഷേധിച്ച 8 പാർലമെന്റ് അംഗങ്ങളെ സ്പീക്കർ സസ്പെൻഡ് ചെയ്യുന്നതാണ് നമ്മൾ കാണുന്നത്. എന്ന് പറഞ്ഞാൽ വളരെ പ്രധാനപ്പെട്ട 3 കാര്യങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു ബില്ല് വരുമ്പോൾ ആ ബില്ലിനെ എതിർത്തതിന്റെ പേരിൽ, അല്ലെങ്കിൽ അതിൽ ചർച്ച വേണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ 8 പാർലമെന്റ് അംഗങ്ങളെ സസ്പെൻഡ് ചെയ്തു. അവർ രാജിവെക്കുകയുണ്ടായി. രാജ്യത്ത് ഒരു ചർച്ച അല്ലെങ്കിൽ ഒരു ബില്ല് കൊണ്ടുവരുമ്പോൾ ആ ബില്ലിനോട് പാർലമെന്റിൽ ചർച്ച ചെയ്തിട്ടില്ല, കൂട്ട ഉത്തരവാദിത്തമുള്ള മന്ത്രിസഭയിൽ ചർച്ച ചെയ്തിട്ടില്ല. ഏകാധിപത്യ പ്രവണതയിൽ ഒരു ബില്ല് രാജ്യത്ത് അവതരിപ്പിച്ച് വളരെ വേഗത്തിൽ പാസ്സാക്കുന്ന ഒരു രീതിയാണ് നാം കണ്ടത്. എന്ന് പറഞ്ഞാൽ പാർലമെന്റിൽ നടന്ന ചർച്ചകൾ, അല്ലെങ്കിൽ ഒരു പാർലമെന്റിൽ ഒരു ബില്ല് പാസ്സാക്കുമ്പോൾ എനിക്ക് ശേഷമുള്ള പ്രാസംഗികരെ സൂചിപ്പിക്കും, പല തട്ടുകളിൽ ചർച്ച നടത്തി, നിയമവിരുദ്ധരുമായി ചർച്ച നടത്തി, നിയമവിദഗ്ധരുമായി ചർച്ച നടത്തി. അത് അവസാന സമയത്ത് പാർലമെന്റിൽ ചർച്ചക്കിട്ട് അതിലും പോരായ്മകൾ ഉണ്ടെങ്കിൽ അതിനുശേഷമാണ് ബില്ല് പാസ്സാക്കേണ്ടത്. അഭിപ്രായങ്ങൾ ശേഖരിക്കണം. പക്ഷെ ഇവിടെ കേരളത്തിൽ നിന്നല്ല, ഇന്ത്യയിലെ മുഴുവൻ കർഷകരും ഇന്ന് ഇതുമായി ബന്ധപ്പെട്ട് ആ ബില്ലിൽ പറഞ്ഞിരിക്കുന്നത് ശാക്തീകരണവും സംരക്ഷണവും 2020 കരാർ എന്നാണ് 1-ാം ഭാഗം. 2-ാം ഭാഗത്ത് പറയുന്നത് പ്രൊമോഷൻ ആൻഡ് ഫെസിലിറ്റീസ്, അത് 2020 ബില്ലായിട്ടാണ്. അതുപോലെ തന്നെ ഈ നിലവിലുള്ള ബില്ലിനോടൊപ്പം തന്നെ, അതിന്റെ ആക്ടിനോടൊപ്പം തന്നെ 2020 ഒരു അമിറ്റ്മെന്റ് കൊണ്ടുവരുന്നു. ഇങ്ങനെ 3 കാര്യങ്ങളാണ് കർഷക വിരുദ്ധമായ നിലപാട് സ്വീകരിച്ചുകൊണ്ട് പാർലമെന്റിൽ കൊണ്ടുവന്നത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, ഈ ബില്ലുകളാണ് ഇവിടെ പാസ്സാക്കിയത്. അതില് ഇവർ ഈ ബില്ലിനെ എതിർക്കുമ്പോൾ എന്താണ് കർഷകർ ഈ ബില്ലിനെ എതിർക്കാൻ കാരണം? അല്ലെങ്കിൽ ഇവിടുത്തെ ജനാധിപത്യ വിശ്വാസികൾ, രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ഈ ബില്ലിനെ എതിർക്കാൻ കാരണം, ഈ ബില്ലിൽ ചില തെറ്റായ നടപടിക്രമങ്ങളുണ്ട്. തെറ്റായ നടപടിക്രമം എന്ന് പറഞ്ഞാൽ കർഷകരില്ലാത്ത ഒരു സാഹചര്യം, കൃഷിഭൂമി ഇല്ലാത്തൊരു സാഹചര്യം, ഇവിടുത്തെ മാർക്കറ്റ് ഇല്ലാത്ത ഒരു സാഹചര്യം, വില നിലവാരം പിടിച്ചു നിർത്തുന്ന സംവിധാനമില്ലാത്തൊരു സാഹചര്യം, ഇങ്ങനെ തുടങ്ങി ഒട്ടനവധി സാഹചര്യങ്ങളിലേക്ക് ഈ ബില്ലിനെ കൊണ്ടെത്തി. അപ്പൊ ഇത് ആർക്കാണ് ഈ താല്പര്യം? ഈ ബില്ല് പാസ്സാക്കണമെന്ന് താല്പര്യമുള്ളത് കർഷകർക്കല്ല, ഇവിടുത്തെ പ്രാദേശിക സംസ്ഥാന ഗവൺമെന്റിനല്ല, പാർലമെന്റ് അംഗങ്ങൾക്കല്ല, അതല്ലെങ്കിൽ ഇവിടുത്തെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്കോ കർഷക നേതാക്കൾക്കോ കർഷകർക്കോ അല്ല. അപ്പൊ ചില ആളുകൾക്ക് പ്രത്യേകമായ താല്പര്യങ്ങൾ നടപ്പിലാക്കി കൊടുക്കാൻ വേണ്ടി ഈ ബില്ല് പാസ്സാക്കേണ്ടത് ഇന്ന് ഭരിക്കുന്ന ഗവൺമെന്റിന്റെ ആവശ്യമാണ്. അതുകൊണ്ടാണ് ഈ ബില്ല് ഇവിടെ വളരെ വേഗത്തിൽ ചർച്ചയില്ലാതെ ധൃതി പിടിച്ച് പാസ്സാക്കാനുണ്ടായ കാരണം. ആ ബില്ലില് കരാർ കൃഷിയെ കുറിച്ച് പറയുന്നു. താങ്ങുവില നമുക്കറിയാം. ആ താങ്ങുവില എന്ന് പറയുന്ന ഒരു ഭാഗത്ത് മുമ്പ് നമ്മളുടെ ഓരോ ഉൽപ്പന്നങ്ങൾക്കും താങ്ങുവില നിശ്ചയിച്ചിരുന്നു. അത് സംസ്ഥാന ഗവൺമെന്റിന്റെ ഉണ്ട്, കേന്ദ്ര ഗവൺമെന്റിന്റെ ഉണ്ട്. പക്ഷെ ഈ ബില്ല് പാസ്സാകുന്നതോടുകൂടി ഈ താങ്ങുവില നിലവിലുള്ള സംവിധാനം ഇല്ലാതാവും. നമ്മുടെ നാട്ടിലെ നെല്ല്, നാളികേരം, അതുപോലെ തന്നെ പല വിധത്തിലുള്ള കൃഷി ഉൽപ്പന്നങ്ങള്, സുഗന്ധദ്രവ്യങ്ങള് തുടങ്ങി ഒരുപാട് സാധനങ്ങൾക്ക് താങ്ങുവില നിശ്ചയിച്ചിരുന്നു.
ഈ താങ്ങുവിലകൾ ഇല്ലാത്തൊരു സാഹചര്യം ഉണ്ടാകുമ്പോൾ കർഷകരെ സംബന്ധിച്ചിടത്തോളം വില ഇടിയുമ്പോൾ മാർക്കറ്റിൽ പിടിച്ചു നിർത്താൻ അല്ലെങ്കിൽ അവർക്ക് മുടക്കിയ മുതല് അവരുടെ അധ്വാനവും അവരുടെ വളവും മറ്റു സംവിധാനങ്ങളുമൊക്കെ ഉപയോഗിച്ച് അവര് കൃഷി നടത്തുമ്പോൾ അവർക്ക് കിട്ടുന്ന തുച്ഛമായിരുന്ന വരുമാനം നഷ്ടപ്പെടാതിരിക്കാനാണ് താങ്ങുവില നിശ്ചയിച്ചത്. പക്ഷേ ഈ ബില്ലോടുകൂടി താങ്ങുവില ഇല്ലാതാകുകയാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ നാട്ടില് നമുക്കറിയാം, നമ്മുടെ പ്രദേശത്തുള്ളവരൊക്കെ കൃഷിഭൂമി ഏറ്റെടുത്തുകൊണ്ട് കൃഷി ചെയ്യും. സ്വന്തമായി കൃഷിഭൂമി ഉണ്ടാവില്ല, അവർ പാട്ടത്തിനെടുക്കുക എന്നൊക്കെയാണ് നമ്മുടെ നാട്ടിൽ പറയുന്നത്. അന്ന് കൃഷിഭൂമി കരാർ വ്യവസ്ഥയിൽ എടുത്തുകൊണ്ട് കൃഷി ചെയ്യും. അതിന് വളരെ നിശ്ചിതമായ ഒരു തുക, ഒരു 3 വർഷമോ 5 വർഷമോ ഒക്കെ കൊടുത്താൽ മതി. പക്ഷേ ഈ നിയമത്തോടുകൂടി കരാർ കൃഷി സംവിധാനം ഇല്ലാതാവും. അത് ആയിരക്കണക്കിന് ഏക്കർ ഭൂമി എടുക്കാൻ സംവിധാനമുള്ള, ഉപകരണമുള്ള, ആ ഉൽപ്പന്നങ്ങൾ സൂക്ഷിക്കാൻ സംവിധാനമുള്ള വൻകിട കോർപ്പറേറ്റുകൾക്ക് മാത്രമായി മാറുന്ന സംവിധാനത്തിലേക്ക് പോകും. ഇങ്ങനെ ഉണ്ടാകുമ്പോൾ നമ്മുടെ നാട്ടില് 10 സെന്റിലും 50 സെന്റിലും 5 ഏക്കറിലും 10 ഏക്കറിലും ഒക്കെ കൃഷി ചെയ്യുന്ന ആളുകൾ ഇവിടെ കൃഷി ഇല്ലാത്ത, കൃഷി ചെയ്ത് ജീവിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലേക്ക് പോകുന്ന ഒരവസ്ഥ. 1 ഏക്കർ റബ്ബർ കൃഷി ഉള്ള ആളുകൾക്ക് പറയുന്നത് 12,000 രൂപ ഒരു മാസം ഇപ്പോൾ കിട്ടുമെന്നാണ്, ഒരു വർഷം. എന്ന് പറഞ്ഞാൽ ഒരു മാസം 1000 രൂപയാണ് 1 ഏക്കർ ഭൂമിയിൽ കൃഷി ചെയ്താൽ കിട്ടുക. അതുപോലെ നമുക്കറിയാം, ഇന്ന് വാഴ കൃഷി ചെയ്യുന്നവര്, മറ്റു ഇതര പച്ചക്കറികൾ ചെയ്യുന്നവരെല്ലാം ഇന്ന് ദുരിതത്തിലാകുന്നത്. ഇപ്പോൾ കൊറോണ വന്നതിന്റെ പേരിൽ പല വീടുകളിലും കൃഷി ചെയ്ത് പഠിച്ചപ്പോഴാണ് ആളുകൾക്ക് കാര്യങ്ങൾ മനസ്സിലായത്. പക്ഷേ ഇത് വ്യാവസായിക അടിസ്ഥാനമായി പോകുമ്പോൾ നമ്മുടെ നാട്ടിലില്ലാത്ത, കേരളത്തില് അല്പം പച്ചക്കറി മാത്രമാണ് ഉൽപ്പാദിപ്പിക്കുന്നത്. ഇപ്പൊ അരിയാണെങ്കിലും ഗോതമ്പാണെങ്കിലും തുടങ്ങിയ ഒട്ടനവധി സാധനങ്ങൾ പോലും പുറത്തുനിന്ന് വരണം. ഉള്ളിയാണെങ്കിൽ ഉരുളക്കിഴങ്ങ് തുടങ്ങിയ എല്ലാ സാധനവും പുറത്തുനിന്ന് വരണം. പക്ഷേ നമുക്കറിയാം, വടക്കൻ സംസ്ഥാനങ്ങളില്, നോർത്ത് ഈസ്റ്റ് സംസ്ഥാനങ്ങളിലൊക്കെ കൃഷിഭൂമി ഉള്ളവരെ, അവരെ സംബന്ധിച്ചിടത്തോളം കൃഷിയല്ലാതെ വേറൊരു ഉപജീവന മാർഗമില്ല. തന്നെയുമല്ല, ഈ കൃഷി ചെയ്യുന്ന ആളുകൾ അവർക്ക് ഒരു കത്രിക പൂട്ടാണ് ഈ ബില്ല് കൊണ്ടുണ്ടാക്കുന്നത്. അവിടെ ട്രേഡിംഗ് ബില്ല് സംവിധാനം, നമ്മൾക്ക് കേരളം വിട്ടാല് നമുക്കറിയാം, വടക്കേ ഇന്ത്യയിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ മണ്ഡി എന്ന് പറയുന്ന, അതായത് നമ്മുടെ നാട്ടിലെ ചന്ത എന്ന് പറയുന്ന സംവിധാനം, പക്ഷെ അത് ഇല്ലാതാകുന്ന ഒരു സാഹചര്യമാണ് ഇതോടുകൂടി വരിക. അവിടെ കോർപ്പറേറ്റുകളുടെ സംവിധാനത്തിലേക്ക് വരുന്നു. ഈ ഒരു സംവിധാനമാണ് നമ്മുടെ നാട്ടില് എതിർക്കപ്പെടേണ്ടത്. ഇവിടെ അതുകൊണ്ടാണ് കർഷക സമരവുമായി ബന്ധപ്പെട്ട് ഗുർശരൺ സിംഗ് അദ്ദേഹം സമരഭൂമിയിൽ നിന്ന് പറയുന്നത്, അദ്ദേഹം സൈന്യത്തിലായിരുന്നു, സൈന്യത്തിലെ ആയുധ പരിശീലനം നടത്തുന്ന അല്ലെങ്കിൽ ആയുധ പരിശീലനം കൊടുക്കുന്ന ഒരു ഇൻസ്ട്രക്ടറായിരുന്നു. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം പറയുന്നു, ഓരോ സൈനികനും ഓരോ പോസ്റ്റ്, അതിർത്തിയിൽ ഓരോ പോസ്റ്റ് ഏൽപ്പിക്കും. അത് സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം ആ സൈനികനാണ്. ആ സൈനികൻ അവിടെ മരിച്ചു വീണാലും ആ പോസ്റ്റ് കൈവിടാൻ പാടില്ല, അത് സംരക്ഷിക്കണം. കാരണം ശത്രു സൈന്യം അവിടെ കീഴടക്കാൻ പാടില്ല എന്നതുപോലെ അതേ ആവേശത്തിലും അതേ മനോഭാവത്തിലും അതേ അർപ്പണബോധത്തിലുമാണ് കർഷകര് ഈ സമരത്തിന് ഇറങ്ങിയിരിക്കുന്നത്. ലക്ഷ്യം നേടാതെ അവര് പിന്നോട്ട് പോകുന്ന പ്രശ്നമില്ല. ഇവിടെ സമരത്തിന്റെ നേതാവ്, ഭാരതീയ കിസാൻ യൂണിയൻ വക്താവ് രാകേഷ് തിക്കായത്ത് പറയുന്നത്, ബില്ലുകൾ തിരിച്ചെടുത്തില്ലെങ്കിൽ വീട്ടിലേക്ക് ഞങ്ങൾ തിരിച്ചു പോകില്ല എന്നാണ്. എന്ന് പറഞ്ഞാൽ ഈ ബില്ല് പിൻവലിച്ചെങ്കിൽ മാത്രമാണ് ഇനി സമരം ചെയ്തുകൊണ്ടിരിക്കുന്ന സ്ഥലത്ത് നിന്ന്, ആ പ്രദേശത്ത് നിന്ന് ഞങ്ങൾ ഇനി വീട്ടിലേക്ക് തിരിച്ചു പോകുള്ളൂ എന്നാണ്. അതുകൊണ്ടാണ് നമ്മൾക്കറിയാം, ഇപ്പോ ഇവിടെ സൂചിപ്പിച്ചു, കർഷകർ ആ സമരഭൂമിയിൽ തന്നെ മരിച്ചു വീണുകൊണ്ടിരിക്കുകയാണ്. മരിച്ചു വീണാലും ശരി ഈ ബില്ല് പിൻവലിക്കാതെ ഞങ്ങൾ മുൻപോട്ട് പോകില്ല എന്ന് അവർ പറയാനുള്ള കാരണവും അത് തന്നെയാണ്. അതുകൊണ്ടാണ് ഇന്ന് ട്രാക്ടർ സമരം നടത്തുമ്പോൾ 3.5 ലക്ഷം, ഇവിടെ നമ്മള് 10 ട്രാക്ടർ ഓടിക്കാനാണ് അനുവാദം ചോദിച്ചത്. 3.5 ലക്ഷം ട്രാക്ടറുകൾ ഇന്ന് പോലീസിന്റെയും അർദ്ധ സൈന്യത്തിന്റെയും സംരക്ഷണ ഭിത്തികൾ തകർത്തുകൊണ്ട് അവരെ വെച്ചിരുന്ന വഴികൾ മൊത്തം മുടക്കിക്കൊണ്ട്
അതിന്റെ മീതെ കൂടി കയറ്റിയിറക്കിക്കൊണ്ടിതാ അവരുടെ ലക്ഷ്യസ്ഥാനത്തേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. നാളെ വൈകുന്നേരമാണെങ്കിലും ആ വണ്ടി ഓടി തീരൂല എന്നാണ് പറയുന്നത്. കാരണം 3.5 ലക്ഷം വണ്ടി ഓടിത്തീരുമ്പോ എത്രയോ സമയങ്ങൾ, എത്രയോ ദിവസങ്ങൾ വേണ്ടിവരും. സർക്കാർ ഇന്ന് ഈ സമരത്തിന്റെ മുമ്പിൽ ഭയപ്പെട്ടു നിൽക്കുകയാണ്. കാരണം ഇതൊരു വിപ്ലവമാണ്, ഇതൊരു വിപ്ലവത്തിന്റെ തുടക്കമാണ്. ഞാനിവിടെ സൂചിപ്പിച്ചു, ഭരണഘടനയെ ലെവലേശം ബഹുമാനിക്കാത്ത ഒരു ഭരണ സംവിധാനമാണ് രാജ്യത്തുള്ളത്. അവരെ സംബന്ധിച്ചിടത്തോളം ജനാധിപത്യ സംവിധാനമില്ല. ഇവിടെ എന്തുകൊണ്ടാണ് ചർച്ച നടന്നിരുന്നെങ്കിൽ അവർക്ക് ആവശ്യമുള്ളതും ആവശ്യമില്ലാത്തതും ചർച്ചയിൽ കൊണ്ടുവരാമായിരുന്നു. ആ ചർച്ചയിലൂടെ ഒരു പരിസമാപ്തിയിലെത്താമായിരുന്നു. ഇത് കർഷകർക്ക് നല്ലതിന് വേണ്ടിയാണെന്നാണ് പറയുന്നത്. നല്ലത് അതിനാണോ? ഇപ്പൊ ജമ്മു കാശ്മീരിലെ 307-ാം വകുപ്പ് എടുത്തു കളഞ്ഞു. എന്നിട്ട് അവര് പറഞ്ഞത് എന്താ? ജനങ്ങൾക്ക് സൗകര്യത്തിനാ. ഇന്ന് ജമ്മു കാശ്മീരിലെ ഒരു പൗരന് 7 പട്ടാളമാണ് കാവൽ നിൽക്കുന്നത്. ഒരാൾക്ക് 7 സൈനികരാണ് ഇന്ന് കാവൽ നിൽക്കുന്നത്. ആ അവസ്ഥയിൽ എത്തിക്കാൻ കാരണം എന്താ? തീരുമാനങ്ങൾ എടുക്കുമ്പോൾ ചർച്ചയില്ല. GST നടപ്പിലാക്കി, ചർച്ചയില്ല. നോട്ട് നിരോധനം കൊണ്ടുവന്നു, ചർച്ചയില്ല. ഒരു വിധത്തിലും രാജ്യത്ത് നടപ്പിലാക്കുന്ന പദ്ധതികള് ഒരു വിധത്തിലും ഉപകാരപ്രദമാണെന്ന് മാത്രമല്ല അത് ഉപദ്രവമാണ്, രാജ്യത്തെ നശിപ്പിക്കുന്ന പ്രവണതയാണ്. ആ പ്രവണതയുമായിട്ട് ഇത് ഇപ്പൊ കൊണ്ടുവരുന്നതെന്നാ? രാജ്യത്ത് കൊണ്ടുവരുന്നത് NRC പൗരത്വ നിയമം. എവിടെയാ ചർച്ച ചെയ്തത്? അമേരിക്കൻ പ്രസിഡന്റ് സ്ഥാനം ഏറ്റെടുത്തപ്പോൾ പറഞ്ഞതെന്താ? പൗരത്വവുമായി ബന്ധപ്പെട്ട് പോകുന്നത് ഇരുണ്ട യുഗത്തേക്ക് പോകുന്ന നിലപാടാണ്. നമ്മൾക്ക് മനസ്സിലായല്ലോ. നരേന്ദ്രമോദിയുടെ ആളുകളെ, RSSുമായി ബന്ധമുള്ളവരെ അമേരിക്കൻ ഉദ്യോഗസ്ഥ സംവിധാനങ്ങളിൽ നിന്ന് മുഴുവൻ നീക്കം ചെയ്തു. RSSുമായി ബന്ധമുള്ള ഒരു സംവിധാനവും അമേരിക്കൻ ഭരണകൂടവുമായി സഹകരിക്കേണ്ട എന്ന് നിയുക്ത പ്രസിഡന്റ്, അല്ലെങ്കിൽ ഇപ്പോ അമേരിക്ക ഭരിക്കുന്ന പ്രസിഡന്റ് പറഞ്ഞു കഴിഞ്ഞു. എന്ന് പറഞ്ഞാൽ ഇനി മാത്രമല്ല, RSSന്റെ പ്രവർത്തനത്തിന് ഏറ്റവും കൂടുതൽ ഫണ്ട് കിട്ടിയിരുന്നത് അമേരിക്കയിൽ നിന്നാണ്, വ്യവസായികളിൽ നിന്നാണ്. ഇനി അമേരിക്കയുടെ വ്യവസായികളോട് പ്രസിഡന്റ് പറഞ്ഞിരിക്കുന്നു, RSSന്റെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് ഒരു വിധത്തിലുള്ള സാമ്പത്തിക സഹായങ്ങളും നൽകരുതെന്ന്. എന്ന് പറഞ്ഞാൽ ലോകത്ത് അപമാനിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു, ലോകം വെറുക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. കാരണം ഇവരുടെ പ്രവൃത്തി ഓരോ ദിവസവും ആ രീതിയിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. പ്രിയമുള്ളവരെ, ഈ രീതിയിലുള്ള ഒരു സമരത്തെയാണ് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ പിന്തുണയ്ക്കുന്നത്. ഇവിടെ ഭൂമിയുടെ അവകാശമില്ലാത്ത അവർക്കറിയാം സമരം എന്തിനു വേണ്ടിയാണ് സമരം ചെയ്യുന്നത്. കർഷകന് നന്നായിട്ടറിയാം, ഞങ്ങൾ സമരം ചെയ്തില്ലെങ്കിൽ ഇത് ഞങ്ങൾക്ക് നഷ്ടപ്പെടും. ഇവിടെ രാഷ്ട്രീയ നാടകങ്ങളുടെ ഒരു സംവിധാനമാണ് നമ്മുടെ നാട്ടില്. ഈ ബില്ല് കൊണ്ട്, ഈ കാർഷിക ബില്ല് കൊണ്ട് രാജ്യത്തെ ഫെഡറൽ സംവിധാനം നഷ്ടപ്പെടും, തകർന്നു പോകും. അതിനെ എതിർക്കണം. തന്നെയുമല്ല, ഈ കർഷകർ ചെയ്തുകൊണ്ടിരിക്കുന്ന സമരം ശാന്തി മാർഗത്തിലുള്ള സമരമാണ്. അവരെ പോലീസിനെ കൊണ്ട് തല്ലിച്ചു. ആ തല്ലിയ പോലീസുകാർക്ക് വെച്ച് വിളമ്പിക്കൊടുത്തു അവര്, അല്ലേ? നമ്മൾ കണ്ടതാ. തല്ലിയ കർഷകർക്ക് പോലീസ് കർഷകരെ തല്ലിയപ്പോൾ ആ പോലീസുകാർക്ക് വെച്ച് വിളമ്പി കൊടുക്കുന്നു, ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുന്നു, വെള്ളം കൊടുക്കുന്നു. പക്ഷേ ആ സമരത്തിലൂടെ സർക്കാരിന്റെ ആയുധങ്ങളും കുതന്ത്രങ്ങളും നിഷ്പ്രഭമാക്കാൻ കർഷകർക്ക് സാധിച്ചു. അതുകൊണ്ടാണ് ഈ സമരം വിജയിച്ച് മുന്നോട്ട് പോകുന്നത്, നിലനിൽക്കുന്നത്. അവസാനത്തെ നമ്മുടെ പ്രധാനമന്ത്രിയുടെയും കേന്ദ്രമന്ത്രിമാരുടെയും BJP നേതാക്കന്മാരുടെയും അവസാനത്തെ ഒരു തുറുപ്പ് ചീട്ടുണ്ട്. എന്ത് പറഞ്ഞാലും പറയും, വർഗീയമായ ഒരു കാർഡുമായിട്ട് വരും. അതില് ഏറ്റവും മിടുക്കൻ പ്രധാനമന്ത്രിയാ എന്ന് പറഞ്ഞാൽ ഏത് ഹീനമായ രീതിയിലും പ്രവചനം നടത്താൻ യാതൊരു മടിയുമില്ല. സമരമുഖത്ത് സമരം ചെയ്യുന്ന ആളുകള് അവര് കാലിസ്ഥാനികളാണെന്നാണ് പറഞ്ഞത്. നമ്മളൊന്ന് ഓർക്കണം, അവിടെ സമരം ചെയ്യുന്ന ജാട്ടുകാരും പഞ്ചാബികളും രാജസ്ഥാനികളും എന്ന് വേണ്ട വടക്കേ ഇന്ത്യയില് ഇന്ന് ഡൽഹിയിൽ സമരം ചെയ്തുകൊണ്ടിരിക്കുന്ന കർഷകർ അവര് ഒരു കാലഘട്ടത്തിൽ രാജ്യത്തിന് വേണ്ടി സമരം ചെയ്തവരാണ്. രാജ്യത്ത് സൈനിക സേവനം നടത്തിയവരാണ് ഒട്ടുമിക്ക കർഷകരും. അവരുടെ മക്കള്, കൊച്ചുമക്കള്, മരുമക്കള് ഉൾപ്പെടുന്ന സൈനിക വൃത്തമാണ് ഈ ഇന്ത്യ കാത്തു സൂക്ഷിക്കുന്നത്. അവരുടെ മുഖത്ത് നോക്കിക്കൊണ്ടാണ് പറഞ്ഞത്, ഇതാ ഖാലിസ്ഥാൻവാദികളാണ്, ഭീകരവാദികളാണ് എന്ന്. അവസാനം ആ നാണം കെട്ട്
അത് പിൻവലിക്കേണ്ട സാഹചര്യമാണ് BJP നേതൃത്വത്തിനുണ്ടായത്. നമ്മുടെ ഭരണഘടനയുടെ മതേതരത്വം, ഇന്ന് റിപ്പബ്ലിക് ദിനത്തില് ജനങ്ങൾക്കുള്ള പരമാധികാരം, ഈ പരമാധികാരവും ഈ മതേതരത്വവും കളഞ്ഞുകൊണ്ടുള്ള ഭരണഘടന ഇല്ലാണ്ടാക്കിക്കൊണ്ട് 2025 ഹിന്ദുത്വ രാഷ്ട്രമുണ്ടാക്കണമെന്നുള്ള ചിന്തയോടുകൂടി പോകുന്ന ഈ ഭരണകൂടം, അവരുടെ താല്പര്യം ഹിന്ദു രാഷ്ട്ര നിർമ്മിതി പൂർത്തിയാകാൻ ഇനി 4 വർഷം കൂടി മതി എന്നാണ് BJP RSS നേതാക്കന്മാർ പറയുന്നത്. ഭരണഘടന തന്നെ വേണ്ട, ഹിന്ദു രാഷ്ട്രമാക്കണം. അങ്ങനെയാക്കുമ്പോൾ ജനാധിപത്യമില്ല, മതേതരത്വമില്ല, ഫെഡറൽ സംവിധാനമില്ല, യാതൊരു സംവിധാനമില്ലാതെ പോകുന്ന ഈ രാജ്യത്തെ പിടിച്ചു നിർത്താനാണ് കർഷകർ വിപ്ലവ സമരവുമായി മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ടാണ് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ ഈ സമരവുമായിട്ട് സഹകരിക്കുന്നതും അവർക്ക് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ട് ഇന്ന് ഈ ട്രാക്ടർ റാലി നടത്തുന്നതും. ഇതിനെ സഹകരിച്ച മുഴുവൻ ആളുകൾക്കും, പോലീസ് ഉദ്യോഗസ്ഥന്മാരെന്നല്ല, ഇവിടുത്തെ മുഴുവൻ ജനാധിപത്യ മതവിശ്വാസികള്, മതേതരത്വ വിശ്വാസികള്, മതമില്ലാത്തവര്, എല്ലാവർക്കും ഒറ്റ ചിന്തയായിരിക്കണം. ഈ കർഷക സമരത്തിലൂടെ ഈ കേന്ദ്ര ഗവൺമെന്റിനെ തൂത്തെറിയുന്നതിനുള്ള ഒരു സമരമായി മാറട്ടെ എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഈ പാർട്ടി, സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ, ഈ സമരത്തിന് മുഴുവൻ ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ട് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്ത് പ്രഖ്യാപിക്കുന്നു. നന്ദി, നമസ്കാരം. പ്രിയമുള്ളവരെ, ഞാൻ ഓരോരുത്തരുടെയും പേരെടുത്ത് പറയുന്നില്ല. ഈ വേദിയിലുള്ള എല്ലാ അതിഥികൾ, സുഹൃത്തുക്കൾ, അങ്ങനെ പലരുമുണ്ട്. എല്ലാവരെയും അഭിസംബോധന ചെയ്തുകൊണ്ട് തുടങ്ങുകയാണ്. ആശംസയാണ് പോരാട്ടത്തിൻ്റെ വക. പോരാടുന്ന മൊത്തം കേരളീയ ജനതയുടെ ഒരു സമര ബഹുജന സംഘടനയാണ് അതിൻ്റെ പേര്. ആദ്യമായി ഇങ്ങനെ ഒരു ഐക്യദാർഢ്യം ഡൽഹിയിൽ ഇന്ന് നടക്കുന്ന റാലിക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട്, അതിന് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് നടത്തിയ ഈ റാലി സംഘടിപ്പിക്കുകയും, ഇവിടെയും ചെറിയ തടസ്സങ്ങളുണ്ടായി എന്നാണ് പറയുന്നത്. ട്രാക്ടർ ഓടിയാൽ റോഡിൽ കൂടി വരാൻ പാടില്ല, ടൗണിൽ കൂടി വരാൻ പാടില്ല. അത് ജനശ്രദ്ധ ആകർഷിക്കുന്നതാണ്. അങ്ങനെ ട്രാക്ടർ ഓടിക്കാൻ പാടില്ല. ട്രാക്ടർ പിന്നെ എവിടെ ഓടിക്കുക? പാടങ്ങളൊക്കെ ഇപ്പോൾ കൃഷി പഞ്ച ഇറങ്ങിയുണ്ട്. ഒരു പ്രതിഷേധം വരണമെന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും അതിന് പറ്റിയ റൂട്ടിലാണ് തിരഞ്ഞെടുക്കുക. അപ്പോൾ അത് തടസ്സപ്പെടുത്തിയാൽ ഇത് നടക്കില്ല എന്നുള്ളൊരു ധിക്കാരോ അല്ലെങ്കിൽ അല്പത്തോ അറിവുകേടോ ഒക്കെയാണ് പോലീസ് ഉദ്യോഗസ്ഥന്മാർ. പക്ഷേ ജാഥ നടന്നു കഴിഞ്ഞു. ഇത് തന്നെയാണ് ഡൽഹിയിൽ ഇപ്പോൾ നമ്മൾ വാർത്ത കേൾക്കുമ്പോൾ കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അവർ ഡൽഹി അതിർത്തി, സിംഗൂർ അതിർത്തിയിൽ പ്രവേശിച്ചപ്പോൾ ബാരിക്കേഡുകൾ, വഴിക്കോട്ടകൾ ഉണ്ടാക്കി പോലീസിൻ്റെ ആ ഇരുമ്പ് സാധനങ്ങളുണ്ടല്ലോ, അത് വെച്ച് തടുക്കുക ചെയ്തു. പക്ഷേ അതിനെല്ലാം എടുത്ത് വലിച്ചെറിഞ്ഞുകൊണ്ടാണ് അത് മുന്നേറിയത്. കണ്ണീർ വാതക പ്രയോഗം ഇടയ്ക്ക് നടന്നിട്ടുണ്ട്. ചെറിയ എന്തും തള്ളും തകരാറുകളുണ്ടെങ്കിലും ഒരു കൂലം കുത്തി ഒഴുക്ക് എന്നുള്ള രീതിയിൽ ആ പ്രതിഷേധ ജാഥ, ഞാൻ എൻ്റെ വാക്കിൽ പറയുകയാണെങ്കിൽ കർഷകരുടെ പോരാട്ട രഥം അത് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. ആ രഥം ഉയർത്തുന്ന പൊടിപടലങ്ങളുണ്ടല്ലോ, ചുവന്ന പൊടിപടലം, അതിലൂടെ തെളിഞ്ഞു വരുന്ന സാമ്രാജ്യത്വ വിരുദ്ധ വികാരങ്ങൾ, ഇവിടുത്തെ ഭരണവർഗ വിരുദ്ധ വിഭാഗങ്ങൾ കർഷകരുടെ, അത് വളരെ വ്യക്തമായി തെളിഞ്ഞു വരികയാണ്. ഇത് നാം തിരിച്ചറിയേണ്ടതുണ്ട്. ഇതൊരു വെറും കർഷകരുടെ പ്രതിഷേധമല്ല, മൊത്തം ജനതയുടെ, ഇന്ത്യൻ ജനതയുടെ അടിത്തട്ടിൽ നിന്ന് വരുന്ന വികാരത്തിൻ്റെ വിസ്ഫോടനമായി നമ്മളിത് കാണേണ്ടതുണ്ട്. ആ രീതിയിൽ ഈ പ്രതിഷേധം, ഡൽഹിയിൽ നടക്കുന്ന ആ കർഷക രഥ ഓട്ടമുണ്ടല്ലോ, ആ രഥ ഓട്ടം ഇതൊരു പ്രതീകമാണ്. ഇതൊരു പക്ഷേ ഇന്ന് നിലനിൽക്കുന്ന ഈ സർക്കാരിൻ്റെ തന്നെ അന്തകനായി, കാരണം കർഷകരുടെ അന്തകനായി കൊണ്ടുവന്ന കർഷക നിയമങ്ങൾ, ആ കർഷകരുടെ അന്തകനാകുമ്പോൾ അത് ഇന്ത്യയിലെ കാർഷിക സമ്പദ്ഘടനയുടെ മേഖലയുടെ തന്നെ അന്തകനായി മാറുകയാണ് ചെയ്യുന്നത്. അങ്ങനെ കൃഷിയുടെ തന്നെ അന്തകനായി മാറുമ്പോൾ അത് ഇന്ത്യയിലെ മൊത്തം സമൂഹത്തിൻ്റെ അന്തകനായി മാറുകയാണ്. ഇന്ന് അതിനെതിരായിട്ടുള്ള പ്രതിഷേധം നിങ്ങൾക്കറിയാം. ഞാൻ സാമ്രാജ്യത്വത്തെ പറ്റി പരിശോധിക്കുകയുണ്ടായി. ഇവിടെ പല സുഹൃത്തുക്കളും സൂചിപ്പിച്ചു, വെറും അദ്വാനി അംബാനികൾക്കെതിരായിട്ടുള്ളത് മാത്രമല്ല,
തീർച്ചയായും നമ്മുടെ കൺമുന്നിൽ അവരാണ് നിൽക്കുന്നത്. പക്ഷേ ആഗോള കുത്തകളുണ്ട്, സാമ്രാജ്യത്വ കുത്തകൾ, അവരുടെ താല്പര്യവുമായി ബന്ധപ്പെട്ടുകൂടിയാണ് ഈ നിയമങ്ങൾ ഇവിടെ ഇത്രയും പിടിവാശിയോടുകൂടി, ദുർവാശിയോടുകൂടി, ദുശ്ശാഠ്യത്തോടുകൂടി അത് നടപ്പിലാക്കാൻ തയ്യാറാകുന്നത് അവരുടെ താല്പര്യമാണ്. ഇവരൊക്കെ അവരുടെ ഇംഗിതത്തിനനുസരിച്ചാണ് ഇവിടെ ഭരിക്കുന്നത്. ഇതിലിപ്പോൾ BJP RSS ഒന്നുമല്ല. ഇതിനു മുമ്പ് മൻമോഹൻ സർക്കാർ വന്നു. പക്ഷെ അവരുടെ ചില ഉദാരവൽക്കരണ നിലപാടുകൾ, അവരുടേതായ ഉദാര നിലപാടുകൾ, അവർക്ക് അങ്ങനെ തന്നെ ഒരു കൃത്യമായ വ്യക്തമായ ഒരു കർഷക വിരുദ്ധ നിലപാട് അവർക്ക് എടുക്കാൻ കഴിയാത്തതിൻ്റെ ഭാഗമായിട്ടാണ് അവർ കഴിഞ്ഞ ഇലക്ഷനിൽ ജയിച്ചു വന്നപ്പോൾ 2004 നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും, അന്ന് ആൾ ഇന്ത്യ കോൺഗ്രസ് തീരുമാനിച്ചത് സോണിയാഗാന്ധിയെ പ്രധാനമന്ത്രിയാക്കാൻ തീരുമാനിച്ചതാണ് ഏകകണ്ഠമായി. പക്ഷേ സമ്മതിച്ചില്ല. വേൾഡ് ബാങ്കും IMFും അങ്ങനെ അന്താരാഷ്ട്ര നാണയനിധികളും സമ്മതിച്ചില്ല. പുത്തൻ സാമ്പത്തിക നയം നടപ്പിലാക്കാൻ കഴിവുള്ള ആൾ, അതിനെപ്പറ്റി പഠിച്ചിട്ടുള്ള വിദഗ്ധൻ നമ്മുടെ മൻമോഹൻ സിംഗാണ്. അദ്ദേഹം IMFിൽ ഉണ്ടായിരുന്ന ആളാണ്. ആ ജോലി രാജിവെച്ചാണ് ഇവിടെ ആളെ പ്രധാനമന്ത്രിയാക്കിയത്. അപ്പോൾ ഒരു പ്രധാനമന്ത്രിയെ തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം പോലും നമ്മുടെ ഈ രാഷ്ട്രീയ പാർട്ടികൾക്കില്ല എന്നും കൂടെ നിങ്ങൾ മനസ്സിലാക്കണം. അവർ വന്നതിന് ശേഷം അവരെ തോൽപ്പിച്ചുകൊണ്ടാണ് ഞങ്ങളെ ഒന്ന് പരിശോധിക്കുകൊണ്ട് BJP സർക്കാർ അധികാരത്തിൽ, വാജ്പേയി സർക്കാർ വന്നു. പിന്നീട് ഇതാ ഇപ്പോൾ വന്ന് ഇവരുടെ മുദ്രാവാക്യം എന്താ? ഒന്ന് ഞങ്ങളെ ഒന്ന് പരിശോധിക്കൂ, ഞങ്ങളെ ഒന്ന് പറയും. നിങ്ങൾ 70 വർഷക്കാലം, 70 60 വർഷക്കാലം മറ്റ് ഭരണമായിരുന്നല്ലോ, എന്താണ് അതിൻ്റെ തിക്തഫലം നിങ്ങൾ അനുഭവിച്ചു? ഇനി ഞങ്ങളെ ഒന്ന് പരിശോധിക്കൂ. വന്നപ്പോൾ ഇപ്പോൾ ഓരോ ബില്ല് വരിക. പൗരത്വ ബില്ല് വന്നു, കാർഷിക ബില്ല് വന്നു, തൊഴിൽ ഭേദഗതി നിയമങ്ങൾ കൊണ്ടുവരാൻ പോകുന്നു, വിദ്യാഭ്യാസ ബില്ല് കൊണ്ടുവരാൻ പോകുന്നു, പരിസ്ഥിതി സംരക്ഷണ ബില്ല് എന്നുള്ളതിൻ്റെ പേരിൽ അത് കൊണ്ടുവരാൻ പോകുന്നു. ഇങ്ങനെ വളരെ തത്രപ്പാടോടുകൂടി വളരെ കേന്ദ്രീകൃതമായ ഒരു സമ്പദ്ഘടനയുടെ രാഷ്ട്രീയത്തിൻ്റെ താല്പര്യവുമായി ബന്ധപ്പെട്ട് പല ബില്ലുകളും കൊണ്ട് നടപ്പിലാക്കാൻ പോകുന്നു. ഇന്ന് കാർഷിക നിയമങ്ങൾ, 3 നിയമങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്, വിവാദപരമാണ്. ഇന്നത് വളരെ ശക്തിയായി ഡൽഹിയിൽ ഒരു പ്രക്ഷോഭ അന്തരീക്ഷം സൃഷ്ടിച്ചുകൊണ്ട് കൂലം കുത്തി ഒഴുകുകയാണ്. ഔദ്യോഗികമായ തൂർത്തടിച്ചുകൊണ്ടുള്ള ആഡംബരപരമായിട്ടുള്ള റിപ്പബ്ലിക് പരേഡിനെ പോലും നിഷ്പ്രഭമാക്കി ലോകശ്രദ്ധയെ ആകർഷിച്ചുകൊണ്ടാണ്. അതിൻ്റെ ഒരു ഉത്തേജനമാണ് ഇവിടെ നമ്മൾക്കെല്ലാം. ഇവിടെ നിങ്ങൾ പ്രതിഷേധിച്ചു. ഇതിനു മുമ്പ് തുടർന്ന് അനിശ്ചിതകാല കുത്തിയിരിപ്പ് സത്യാഗ്രഹം അവിടെ കർഷകർ നടത്തുന്നു. അവരുടെ പ്രതിഷേധം തൊട്ട് മുമ്പ് നടന്നിരുന്നു. കേരളത്തിൽ പല ജില്ലകളിലും ഈ മാതിരിയുള്ള പ്രതിഷേധ പ്രക്ഷോഭങ്ങൾ അരങ്ങേറിക്കൊണ്ടിരിക്കുകയാണ്. കേരളത്തിൽ നടക്കുമ്പോൾ, ഡൽഹിയിൽ അവിടെ അത് നടക്കുമ്പോൾ, ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ ഇത്തരം പ്രക്ഷോഭങ്ങൾ, പ്രതിഷേധങ്ങൾ ഒരുപക്ഷെ താക്കീതിൻ്റെ സ്വഭാവത്തിൽ തന്നെ അത് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഈ സമര ബലിപീഠത്തിൽ 130-150 ആൾക്കാർ അവരുടെ ജീവൻ ബലിയർപ്പിച്ചു കഴിഞ്ഞു. ഇന്ന് അവർ കർഷകർ പറയുന്നത് ഒന്നുകിൽ ഞങ്ങളിവിടെ ജയിക്കും, അല്ലെങ്കിൽ ഞങ്ങളിവിടെ മരിക്കും. ഇതാണ് അവരുടെ നിലപാട്. വളരെ വ്യക്തമായ അചഞ്ചലമായ നിലപാടാണ്. സ്ത്രീകൾ ഒരു സമുദ്രം കണക്കാണ് അണിനിരന്നിരിക്കുന്നത്. സ്ത്രീ തൊഴിലാളികൾ, സ്ത്രീ കർഷക തൊഴിലാളികൾ, സ്ത്രീ കർഷകർ ഒരു സമുദ്ര തുല്യമായി അണിനിരന്നിരിക്കുകയാണ്. 48 മണിക്കൂർ വേണ്ടി വരും ഒരു പോയിന്റിൽ നിന്ന് ഇതാ ജാഥ അവസാനത്തെ ട്രാക്ടർ അല്ലെങ്കിൽ ആ പരേഡിലുള്ള അവസാനത്തെ വ്യക്തിയും ഉദ്ദിഷ്ട സ്ഥാനത്തെത്താൻ 48 മണിക്കൂറാവും എന്നൊരു ചെറിയ കണക്ക് വന്നിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ 2 ദിവസമാണ്. ഇതങ്ങനെ അങ്ങനെ ഒരു പ്രവാഹമാണ്. ഒരു പത്രം, ഞാൻ അവസാനിപ്പിക്കാൻ പോവാണ്, ഒരു പത്രപ്രവർത്തകൻ ചോദിച്ചു, മാവോ സേത്തും പറഞ്ഞു നാട്ടിൻപുറത്തെ സ്വാധീന മേഖലകളാക്കി ആ നാട്ടിൻപുറത്തെ ഉപയോഗിച്ച് നഗരങ്ങളെ പിടിച്ചെടുക്കുക, അങ്ങനെ ഡൽഹി പിടിച്ചെടുക്കുക എന്നുള്ളതാണോ നിങ്ങളുടെ ഉദ്ദേശം? അവരുടെ സംയുക്ത കർഷക മോർച്ച വിവിധ കർഷക സംഘടനയുടെ കൂട്ടായ്മയാണ്. അതിൻ്റെ ഭാരവാഹി, അതിൻ്റെ നേതാവ് പറഞ്ഞ, ഇന്ന് ഞാൻ ഹിന്ദു പത്രത്തിൽ വായിച്ചാണ്, അദ്ദേഹം പറഞ്ഞു, ഇന്ന് ഞങ്ങളുടെ ലക്ഷ്യം ജനമനസ്സുകളെ പിടിച്ചെടുക്കലാണ്. ഡൽഹി ഞങ്ങളിപ്പോൾ പിടിച്ചെടുക്കില്ല, ജനമനസ്സുകളെ പിടിച്ചെടുക്കലാണ്. ബാക്കി പരിപാടി ജനങ്ങൾ തീരുമാനിച്ചുകൊള്ളും. വിവിധ സംഘടനകൾ ഈ നാട്ടിൽ ആ രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ടെന്നാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഈ സ്പിരിറ്റ് മനസ്സിലാക്കിക്കൊണ്ട് ഇങ്ങനെ ഒരു ജാഥ, ഒരു പ്രതിഷേധ ഐക്യദാർഢ്യ ജാഥ സംഘടിച്ചാൽ ആദ്യമായി SDP-യോട് ഞാൻ എൻ്റെ അഭിവാദനവും എൻ്റെ എല്ലാവിധ ഐക്യദാർഢ്യവും പ്രഖ്യാപിക്കുകയാണ്. അതോടൊപ്പം തന്നെ മറ്റൊരു വാക്കിനെ സൂചിപ്പിക്കാനുള്ളത്,
എൻ്റെ അറിവ് വെച്ച് പറയാണ്, കേരളം ഒഴികെ മറ്റ് പൊതുവെ വിവിധ സംസ്ഥാനങ്ങളിൽ കൂട്ടായ്മകൾ പ്രവർത്തിക്കുകയാണ്. നിങ്ങൾക്കറിയാം, നൂറുകണക്കിൽ സംഘടനകൾ, വിവിധ ആശയങ്ങൾ, വിശ്വാസങ്ങൾ, വിവിധ സംഘടനാ ലക്ഷ്യങ്ങളുള്ള കർഷക സംഘടനകൾ നൂറുകണക്കിൽ 150ഓളം സംഘടനകളെ ഉള്ള ഒരു സംയുക്ത കർഷക മോർച്ചയാണ് അവിടെ ആ സമരം നയിച്ചുകൊണ്ടിരിക്കുന്നത്. ആ സമയത്ത് നാം ഇവിടെ ഐക്യദാർഢ്യം വിവിധ ഗ്രൂപ്പുകളായിട്ടാണ്, വിവിധ സംഘടനകളാണ്. ഇത് നമ്മൾക്ക് ഒഴിവാക്കാൻ കഴിയുമോ? ഞാൻ അമീർ അലിയോട് ഇതിനു മുമ്പ് ഇവർ സംഘടിപ്പിച്ച പോസ്റ്റ് ഓഫീസിൻ്റെ മുമ്പിൽ സംഘടിപ്പിച്ച ഒരു പ്രതിഷേധ ജാഥയിൽ അന്ന് ഒരു പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ട് സൂചിപ്പിക്കുകയുണ്ടായി. വീണ്ടും ഇവിടെ ആവർത്തിക്കാൻ ഇതിൻ്റെ വളരെ വിശ്വസ്തരായ, സത്യസന്ധരായ, അർപ്പണബോധമുള്ള പ്രവർത്തകരുണ്ട്. സംഘടനയുടെ സങ്കുചിത താല്പര്യം നിങ്ങൾക്കുണ്ടെന്ന് ഞാൻ പറയുന്നു. തീർച്ചയായും ജനങ്ങളിലേക്ക് ആഴത്തിലിറങ്ങി പ്രവർത്തിക്കുമ്പോൾ ആരാണത് ആത്മാർത്ഥമായി പ്രവർത്തിക്കുക, ആ സംഘടന മുന്നോട്ട് വരും, അത് വളരും എന്നുള്ളത് സംശയം. അതിലാരും കണ്ണു കടിച്ചിട്ട് കാര്യമില്ല. പക്ഷേ സംഘടനയെ മാത്രം മുന്നോട്ട് കൊണ്ടുവരാൻ, അവതരിപ്പിക്കാൻ, എന്നെ മാത്രം അവതരിപ്പിക്കാൻ വേണ്ടി ഞാൻ സംസാരിക്കുകയാണെങ്കിൽ എൻ്റെ സംസാരം പൊളിയും. കാരണം വസ്തുനിഷ്ഠ യാഥാർത്ഥ്യങ്ങളെ പറ്റിയാണ് ഞാൻ സംസാരിക്കേണ്ടത്. ഞാൻ എങ്ങനെ എന്നെ പ്രദർശിപ്പിക്കണം, ആത്മപ്രശംസയോടുകൂടി എന്നെ അവതരിപ്പിക്കുകയാണെങ്കിൽ പൊതു ലക്ഷ്യം പരാജയപ്പെടുമില്ലേ? ഞാൻ നിങ്ങളോട് ചോദിക്കാം. തീർച്ചയായും അങ്ങനെയുണ്ട്. ആ ലക്ഷ്യത്തോടെ അല്ല ഞാൻ നിങ്ങളോട് മുന്നിൽ നിൽക്കുന്നത്. വളരെ വേദനയോടുകൂടി പറയുകയാണ്. ഇവിടെ കർഷക സംഘടനയുടെ പ്രതിനിധികളുണ്ട്. ഞാൻ ഇന്നലെ അടക്കം സംസാരിച്ചതാണ്. പരമാവധി ഇത് ഐക്യപ്പെടുത്താൻ കഴിയുമോ? തീർച്ചയായും അത് ശരിയാണ്, ഐക്യപ്പെടുത്തുന്നത്. പക്ഷേ ഇതിന് വിരുദ്ധമായ ചില ഉപജാപക സംഘങ്ങളും ഉണ്ട് എന്ന് ഒരു വേദനയോടുകൂടി പറയേണ്ടിയിരിക്കുന്നു. നിങ്ങളുടെ ഇടയിൽ ഒരുപക്ഷെ ഒരു തലമൂത്ത 65 വർഷക്കാലമായി കർഷകരുടെയും തൊഴിലാളികളുടെയും ഇടയിൽ പ്രവർത്തിച്ചുള്ള ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ ഞാൻ ആ സ്വാതന്ത്ര്യം നിങ്ങളോട് എടുത്തുകൊണ്ട്, നിങ്ങളുടെ അനുവാദം കൂടാതെ തന്നെ എടുത്തുകൊണ്ട് നിങ്ങളോട് ഞാൻ പറയുകയാണ്. പരമാവധി ഒരു കൂട്ടായ്മ ഇതിവിടെ അവസാനിക്കാൻ പോകുന്നില്ല. മാത്രമല്ല, ഇത് അത്ര വേഗം അവർ പരാജയപ്പെട്ട് ബുദ്ധന്മാരായി ഇവിടുത്തെ ഭരണ രാഷ്ട്രീയ പാർട്ടി നേതൃത്വങ്ങൾ ഇതങ്ങ് ഒഴിഞ്ഞു പോകുന്നത് വിചാരിക്കേണ്ട. കാരണം ഇതിൻ്റെ പുറകിലെ യജമാനന്മാർ, അവിടെ വമ്പൻ സാമ്രാജ്യത്വ ശക്തികൾ, അവരുടെ ദല്ലാളന്മാരായ അദാനി, അംബാനി പോലുള്ള മുതലാളിമാർ, ഇതൊരു വൻ ശക്തിയാണ്. അങ്ങനെ തോറ്റവരെ ആയുധം വെച്ച് നിങ്ങൾക്ക് സ്റ്റേജ് തന്ന് ഇനി നിങ്ങളായിക്കോളൂ എന്ന് പറഞ്ഞു പോകുമെന്ന് നിങ്ങൾ വിചാരിക്കേണ്ട. ഇത് നീണ്ടു നിൽക്കുന്ന ഒരു സമരമാണ്, ജീവൻ മരണ സമരമാണ്. അതുകൊണ്ടാണ് ഒന്നുകിൽ ഞങ്ങളിവിടെ തോൽക്കും, അല്ലെങ്കിൽ ഞങ്ങൾ ജയിക്കും എന്ന് പറഞ്ഞാൽ, അവർ ജയിച്ചാൽ അത് ഇന്ത്യയുടെ ജയമായിരിക്കും എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആ വിജയത്തെ യഥാർത്ഥ വിജയമാക്കാൻ നമ്മുടെ ഐക്യം കൂടുതൽ ശക്തിപ്പെടുത്തിയിട്ടുണ്ട് എന്നും കൂടെ കൂട്ടിച്ചേർത്തുകൊണ്ട് അല്പം സമയമെടുത്തോ എനിക്ക് സംശയമുണ്ട്. ഞാൻ എൻ്റെ ഈ ആശംസ പ്രസംഗം അവസാനിപ്പിക്കുകയാണ്. ഒരിക്കൽ കൂടി SDPIക്ക് സംസ്ഥാന തലത്തിൽ പല കൂട്ടായ്മകൾ ഞങ്ങളുണ്ട്. ഞാൻ അതിലൊരു ഉപദേശക സമിതിയിലുള്ള ആളും കൂടിയാണ്. അതിൻ്റെയൊക്കെ ഭാഗമായിട്ടാണ് ഇവിടെ പൗരത്വ ബില്ലിനെതിരായി കേരളത്തിലൊരു, പ്രത്യേകിച്ച് പാലക്കാട് ജില്ലയിലൊരു ഹർത്താലും വലിയ പ്രകടനങ്ങളും നടന്നു. എന്നിട്ട് അതും അവസാന നിമിഷം കൂട്ടായ്മകളില്ലാതെ പോയി. ഇത് നിങ്ങൾ കാണേണ്ട എന്താ അറിയോ? പരമാവധി നമ്മളെ ഭിന്നയിപ്പിക്കാൻ ഇതിൻ്റെ ഉള്ളിൽ പല ശക്തികളുണ്ടാവും. നമ്മൾ അറിയില്ല. അത് നമ്മുടെ അനുകൂല ശക്തികളാണ്. ഇത് തിരിച്ചറിയണം. അത് ദുർബലമായാൽ വരുന്ന പൗരത്വ ബില്ലിൻ്റെ ഇത് നോക്കിക്കൊണ്ടാണ് അവരത് കൊണ്ടുവരാൻ നോക്കുന്നത്. പൗരത്വ ബില്ല് വരും. ഇത് ഇസ്ലാമിൻ്റെ പ്രശ്നമല്ല, മുസ്ലിം പൗരന്മാരുടെ പ്രശ്നമല്ല. നാളെ അത് ഇസ്ലാമിൽ വിശ്വസിക്കുന്നവർക്കെതിരായിട്ടാണ് ഈ ബില്ല് കൊണ്ടുവരുന്നെങ്കിൽ നാളെ വേറെ പല വിശ്വാസത്തിൻ്റെ പേരിലായിരിക്കും. ഞാൻ അങ്ങനെയാണ് വായിക്കുന്നത്. ഞാൻ അതിൻ്റെ ഒരു പുസ്തകം അച്ചടിക്കാനുള്ള രേഖ അത് അമീർ അലിക്ക് ഞാൻ വിചാരിക്കുന്നു അത് അയച്ചു കൊടുത്തിട്ടുണ്ടെന്നാണ്. വായിച്ചു നോക്കൂ, നമുക്കത് പുസ്തകമാക്കണം. അതിൻ്റെ കരട് കൊടുത്താണ്. അപ്പോൾ അതിൻ്റെ തയ്യാറെടുപ്പിലാണ്. അപ്പോൾ ഇത് നമ്മളുടെ ഒരു ഇസ്ലാം ജനവിഭാഗത്തിൻ്റെ മാത്രമല്ല, അവരെയാണ് അവർ ആദ്യം ലക്ഷ്യം വെക്കുന്നതെങ്കിൽ ഇത് ഇന്ത്യയിലെ മൊത്തം പൗരന്മാർക്കും ബാധകമാണ്. കർഷകരെയാണ് ഇന്ന് ലക്ഷ്യം വെക്കുന്നതെങ്കിൽ കൃഷിയാണ് അത് ലക്ഷ്യം വെക്കുന്നത്. കൃഷി എന്തിനാണ് അവരങ്ങനെ ലക്ഷ്യം വെക്കുന്നത്? കൃഷി അവരുടെ താല്പര്യത്തിന് വേണ്ടി. ഒറ്റ വാക്കുകൂടെ ഞാൻ പറയാം. ട്രോപ്പിക്കൽ കൺട്രീസ് എന്ന് പറയും. ഉത്തരായന രേഖ, മധ്യരേഖ, ഇവിടെ തെക്കേ അറ്റത്ത് ദക്ഷിണായന രേഖ, പിന്നെ ഉത്തരായന രേഖ, അതിൻ്റെ മുകളിലുള്ള നാടുകൾ അമേരിക്ക, കാനഡ, പിന്നെ യൂറോപ്യൻ ചില സമൂഹങ്ങൾ, അവിടെ അവർക്ക് ഭക്ഷണം ഉൽപ്പാദിപ്പിക്കാൻ കഴിയില്ല. ആ ട്രോപ്പിക്കൽ കൺട്രീസിൽ, അത് ശൈത്യമേഖലയാണ്. അപ്പോൾ അവർക്ക് ആവശ്യമായ ധാന്യങ്ങൾ ഉൽപ്പാദിപ്പിക്കാൻ
ഇന്ത്യയെപ്പോലുള്ള പ്രത്യേകിച്ച് വിശാലമായ ചൈനയിൽ അവർ പരിപ്പ് പോലില്ല. പല കാരണങ്ങൾ കൊണ്ട് കമ്മ്യൂണിസത്തിൻ്റെ എല്ലാ പ്രശ്നം അത്. അവരൊരു മുതലാളിത്ത രാജ്യമായി സാമ്രാജ്യത്വമായി വളർന്നു. അവിടെ അവർക്ക് അത്ര എളുപ്പം പറ്റില്ല. അപ്പോൾ ഇന്ത്യയാണ് ഒരു ദല്ലാളായി നിൽക്കുന്നത്, ഒരു സാമന്ത രാജാവിനെ പോലെ. അതിന് പറ്റിയത് RSSും BJPയും അതിൻ്റെ നേതൃത്വമായിട്ടുള്ള മോഡി ഷാ ഗവൺമെൻറ് നേതൃത്വങ്ങളാണ്. അപ്പോൾ ഇവരിലൂടെ അത് നടപ്പിലാക്കാം. അതിനാണ് അംബാനി മൻമോഹൻ സിംഗിനെയും സോണിയാഗാന്ധിനെയൊക്കെയും ഒഴിവാക്കി ഇവരെ കൊണ്ടുവരുന്നത്. ഇവരിൽ തന്നെ ഇപ്പോൾ നിങ്ങൾക്കറിയുമോ എന്നറിയില്ല, RSS ഇടപെട്ട് കഴിഞ്ഞു. കർഷക ബില്ലിനെ കൈകാര്യം ചെയ്ത രീതി തെറ്റാണെന്ന് പരസ്യമായി RSSന്റെ നേതൃത്വം BJP സർക്കാരിന് ഇത് എങ്ങനെയല്ല ശക്തമായ രീതിയിൽ നേരിടേണ്ടതാണെന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞാൽ അവരുടെ അക്രമാസക്തമായ ബ്രാഹ്മണിക്കൽ അജണ്ട നടപ്പിലാക്കാൻ മോഡിയും ചാഞ്ചാടുന്നുണ്ടോ എന്നൊരു സംശയം അവർക്ക് തോന്നും. മോഡി പോരാ. ഈ വൈരുദ്ധ്യം അവരുടെ ഉള്ളിൽ വന്നു കഴിഞ്ഞു. ഇത് വരുന്നത് എന്താണെന്ന് നാട്ടിലെ വർഗ സമരങ്ങൾ ഈ രീതിയിൽ വരുമ്പോൾ എല്ലാ രാഷ്ട്രീയ പാർട്ടികളിലും വൈരുദ്ധ്യങ്ങളുണ്ടാവും. എല്ലാവരും ഉണ്ടായിരുന്നവരെല്ലാം ഇതിനു വേണ്ടി എല്ലാവരും ഇപ്പോൾ കർഷകര സുഹൃത്തുക്കളാണ്, ബന്ധുക്കളാണ്, എല്ലാവരും പ്രതിഷേധത്തിലാണ്. നല്ലത് തന്നെ, അല്ല എന്ന് പറയാം. പക്ഷേ ഇതൊക്കെ തിരിച്ചറിയണം. പറയില്ലേ, മിന്നുന്നതെല്ലാം പൊന്നല്ല. സമയോചിതമായി വരുന്നവരുണ്ട്, അത് നമ്മൾ തിരിച്ചറിയണം. ഉപജാപക ശക്തികളുണ്ട്, അത് നമ്മൾ തിരിച്ചറിയേണ്ട. ഗൂഢാലോചനക്കാരുണ്ട്, അത് തിരിച്ചറിയണം. ഇതിനെല്ലാം അതീതമായി നാം ഈ മറ്റ് സാമ്രാജ്യത്വ താല്പര്യങ്ങൾക്ക് വേണ്ടിയാണ് ഇന്ത്യയുടെ ഈ കൃഷി ക്രമേണ അവരുടെ കയ്യിൽ കൊണ്ടുവരാനും അവർക്കാവശ്യമായത് ഉൽപ്പാദിപ്പിക്കാനും അവർ നിശ്ചയിക്കുന്ന വിലയിൽ മാർക്കറ്റുകളിൽ വിൽക്കാനും അങ്ങനെ ഇന്ത്യക്കാരെ ആ രീതിയിൽ മൊത്തം പരാശ്രിതരാക്കാനുമുള്ള ഒരു നീണ്ട ശക്തമായ ഗൂഢാലോചനയും കൂടെ ഇതിൻ്റെ പുറകിലുണ്ടെന്ന് നാം തിരിച്ചറിയണം. അത്രയും പറഞ്ഞുകൊണ്ട് അല്പം സമയം എടുത്തതിന് സംഘാടകരോട് ക്ഷമ ചോദിക്കുകയാണ്. അധ്യക്ഷനോട് ഇവിടെ കുറിപ്പ് വന്നു കഴിഞ്ഞു. വളരെ വിഷമമുണ്ട്. ഒരുപാട് കാര്യങ്ങൾ വിശദമായി സംസാരിക്കാനുണ്ട് ഈ വിഷയത്തിൽ. പക്ഷേ അത് സന്ദർഭം ശരിയല്ല. ഒരുപാട് പേര് ഇവിടെ ആശംസ പ്രസംഗത്തിന് എത്തിയിട്ടുണ്ട്. ഇത് തിരിച്ചറിഞ്ഞുകൊണ്ട് ഒരു വിശാലമായ ഐക്യം, ഒരു പഴുതില്ലാത്തൊരു ഐക്യം നമ്മളുടെ ഉണ്ടാക്കണം. വിവിധ സംഘടനകളും വിശ്വാസങ്ങളും ലക്ഷ്യങ്ങളും ഉണ്ടെങ്കിലും അതൊക്കെ നിലനിർത്തിക്കൊണ്ട് ഇത്തരം പൊതുസമൂഹത്തിൽ പൊതു താല്പര്യത്തിന് വേണ്ടി, ഈ നാടിൻ്റെ പൊതുവായ ഉത്തമ താല്പര്യത്തിന് വേണ്ടി ഐക്യപ്പെടാൻ കഴിയണമെന്നുള്ള ഒരു ആഹ്വാനം കൂടെ ഞാൻ പറഞ്ഞല്ലോ. അല്പം സ്വാതന്ത്ര്യം എടുത്തുകൊണ്ട് ഒരു തലമുതിർന്ന ആൾ എന്ന് ഉള്ള രീതിയിൽ നിങ്ങളോട് ആഹ്വാനം ചെയ്തുകൊണ്ട് ചെയ്യാൻ ഈ സന്ദർഭം ഉപയോഗിക്കുകയാണ്. ക്ഷമിക്കണം. നിങ്ങൾക്ക് ഏവർക്കും വിപ്ലവ അഭിവാദനങ്ങൾ. നന്ദി. നമ്മളെ അഭിസംബോധന ചെയ്യുന്നതിന് വേണ്ടി NCHRO സംസ്ഥാന അധ്യക്ഷൻ വളയോടി ശിവൻകുട്ടി അട്ടമിഷൻ. പ്രിയമുള്ള സുഹൃത്തുക്കളെ, SDPI ഈ റിപ്പബ്ലിക് ദിനം തിരഞ്ഞെടുക്കുകയും ആ റിപ്പബ്ലിക് ദിനത്തിൽ തന്നെ ഒരു ട്രാക്ടർ മാർച്ച് നടത്തുകയും ചെയ്തു. ഇന്ത്യയിൽ ആകമാനമുള്ള കർഷകർ, ഇത് കർഷകർ എന്ന് പറയുമ്പോൾ കർഷകരുടെ മാത്രം സമരമായിട്ട് ലിമിറ്റ് ചെയ്യാനല്ലല്ലോ നമ്മൾ ആഗ്രഹിക്കുന്നത്. ഇന്ത്യയിൽ ആബാലവൃദ്ധം ജനങ്ങളും ഈ കർഷക സമരത്തിൽ ഐക്യപ്പെടുന്നത് എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചാൽ ഭക്ഷണം തന്നെയാണ് പ്രശ്നം. ഇവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ട്രാക്ടർ റോട്ടിലിറക്കാൻ അനുവദിക്കില്ല എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു യുക്തി എനിക്ക് മനസ്സിലായില്ല. ട്രാക്ടർ വയലിൽ ഇറക്കാനാണെന്നാണ് ഞാൻ മനസ്സിലാക്കി വെച്ചിരിക്കുന്നത്. പക്ഷേ ഇതൊരു സമര പ്രതിഷേധമായതുകൊണ്ട് അത് റോട്ടിലൂടെ സഞ്ചരിക്കാൻ അനുവദിക്കില്ല എന്ന് നമ്മളുടെ പോലീസ് ഉദ്യോഗസ്ഥർ പ്രഖ്യാപിച്ചു എന്നാണ് പറയുന്നത്. അപ്പം ഞാൻ ചോദിക്കുന്നത്, ഈ പോലീസ് ഉദ്യോഗസ്ഥർക്ക് ഭക്ഷണം എവിടുന്ന? നമ്മളുടെ പ്രധാനമന്ത്രി 53 ഇഞ്ച് ഉള്ള പ്രധാനമന്ത്രിക്ക് ഭക്ഷണം എവിടുന്ന? അമിത്ഷായ്ക്ക് ഭക്ഷണം എവിടുന്ന? അല്ലെങ്കിൽ ഇവിടുത്തെ പൈലറ്റിന് ഭക്ഷണം എവിടുന്ന? എല്ലാ ജീവജാലങ്ങളും, മനുഷ്യനടക്കമുള്ള സമസ്ത ജീവജാലങ്ങളുടെയും അടിസ്ഥാന ആശ്രയം എന്ന് പറയുന്നത് കൃഷിയാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത്. എന്നാൽ അതിന് വിരുദ്ധമായിട്ടാണ്
10-13 പ്രാവശ്യത്തോളം സന്ധി സംഭാഷണങ്ങൾക്ക് ചർച്ചയ്ക്ക് വിളിക്കുകയും അവരെ അവഗണിക്കുകയും പരിഹസിക്കുകയും പുച്ഛിക്കുകയും ചെയ്യുന്ന ഒരു ഭരണകൂട വേതാളങ്ങൾ നമ്മളുടെ നാട്ടിൽ നിലനിൽക്കുമ്പോൾ ഈ തെമ്മാടിക്കൂട്ടങ്ങൾക്ക് മുമ്പിൽ നമ്മൾ പോയി നിന്നിട്ട് ചർച്ചയ്ക്ക് വിളിച്ചാൽ ഇവർ മുനിമാരെ പോലെയാണ്. മുനികൾ ഒരിക്കലും വർത്താനം പറയില്ല. ഒരു വികാരവും ഇവർക്കുണ്ടാവില്ല. സ്നേഹമോ കരുണയോ ദയ്യോ കഷ്ടപ്പാടോ ദുഃഖമോ കണ്ണീരോ നൊമ്പരമോ ഒന്നുമില്ലാത്ത തനി നിർഗുണ ബ്രഹ്മങ്ങൾ എന്നാണ് ഇവരെ വിശേഷിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് അമിത്ഷായ്ക്കും നരേന്ദ്രമോദിക്കും അല്ലെങ്കിൽ ഇവിടുത്തെ കേന്ദ്ര കൃഷി വകുപ്പ് മന്ത്രിക്കോ ഒന്നും തന്നെ ഇവർ ചർച്ചയ്ക്ക് വിളിച്ചിട്ട് അവർ ഗ്രൂപ്പ് യോഗം ചേരുകയാണ്. എന്ത് ഇവരോട് പറയണം? കർഷകർ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് എന്ത് മറുപടി പറയണം? ഇതെങ്ങനെ തീർക്കണം, എങ്ങനെ തീർപ്പാക്കണമെന്നൊരു അന്തവും കുന്തവും ഇല്ലാത്ത മന്ദബുദ്ധികളായിട്ടുള്ള ഭരണാധികാരികൾക്ക് മുമ്പിലാണ് ലക്ഷക്കണക്കിന് കർഷകർ 3.5 ലക്ഷത്തോളം ട്രാക്ടറുകളുമായിട്ട് ഇന്ന് റാലി നടത്തുന്നത്. ഈ റാലി എന്ന് പറയും റിപ്പബ്ലിക് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഇത് ആരുടെ റിപ്പബ്ലിക്കാണ്? അത് തന്നെ സംശയത്തിലാണ് ഇല്ലേ? പിന്നെ മതേതര ജനാധിപത്യ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക് എന്നാണ് പറഞ്ഞത്. 1949 റിപ്പബ്ലിക് എഴുതിയുണ്ടാക്കിയപ്പോൾ അതിൽ ഉണ്ടാക്കിയ വ്യവസ്ഥകൾ വായിച്ചാൽ അത്ഭുതപ്പെട്ടു പോകും. പക്ഷെ ആ വ്യവസ്ഥകൾക്ക് വിരുദ്ധമായിട്ടാണ് ഈ 2021 കാര്യങ്ങളൊക്കെ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഒരു വർത്തമാനവുമില്ല. ഞങ്ങൾ ചെയ്യും, നിങ്ങൾ അനുസരിക്കുക, ഞങ്ങൾ പ്രവർത്തിക്കും, നിങ്ങൾ സഹിക്കുക എന്നുള്ള ഭരണാധികാരികളുടെ ഈ ധാർഷ്ട്യം ആണ് ഇവിടെ നിൽക്കുന്നത്. അതുകൊണ്ട് നോക്കും, നമ്മുടെ നാട്ടിൽ ഇവിടുത്തെ ഗോതമ്പ് പാടങ്ങളും നെൽപ്പാടങ്ങളും കരിമ്പ് പാടങ്ങളും അതുപോലെ തന്നെ മുളക് പാടങ്ങളും വെറ്റിലപ്പാടങ്ങളും സമസ്തമായ എല്ലാ പാടങ്ങളും കോർപ്പറേറ്റ് മൂലധന ശക്തികൾക്ക് എഴുതി കൊടുക്കുകയാണ്. ഒരു ചോദ്യമില്ല. ഇവിടെ നമ്മുടെ ഉദ്ഘാടകൻ സൂചിപ്പിച്ചതുപോലെ ആരോടും ഒരു ചോദ്യമില്ല. പാർലമെന്റിലും ഇല്ല. പാർലമെന്റിൽ ഇരിക്കുന്നവരെല്ലാം എന്താ ഊമകളാണ്. ഒരു വർത്താനമില്ല. ഒരു ചെരിപ്പെങ്കിലും ഊരിയിട്ട് ഈ തെമ്മാടികളുടെ മുഖത്തേക്ക് ഒന്ന് വീശിയെറിയാനെങ്കിലും ഈ എരണം കെട്ട നായിന്റെ മക്കൾക്ക് കഴിയുന്നുണ്ടോ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. സാധ്യമല്ല. എന്താ എല്ലാ യുവമാരുടെ ഉച്ഛിഷ്ടവും അമേദ്യവും ഭക്ഷിക്കുന്ന തെണ്ടി പരീക്ഷകളാണ് പാർലമെന്റിൽ ഇരിക്കുന്നത്, ചില ആളുകൾ ഒഴികെ എന്നാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. എന്തുകൊണ്ടാണ് അത് സാധ്യമാവാത്തത്? നമ്മുടെ നാട്ടിൽ ഇനി വിൽപ്പനയ്ക്ക് വെക്കാത്ത ഒരേ ഒരു സാധനം എന്താ? ബാക്കിയൊക്കെ വിറ്റു. റെയിൽവേ സ്വകാര്യവൽക്കരിക്കുകയാണ്. അതുപോലെ തന്നെ നമ്മളുടെ BSNL സ്വകാര്യവൽക്കരിച്ചു. BPL ഇല്ലേ, ഭാരത് പെട്രോളിയം ലിമിറ്റഡ് സ്വകാര്യവൽക്കരിച്ചു. കമ്പി തപാൽ സ്വകാര്യവൽക്കരിച്ചു. ഇനി പാർലമെന്റും നിയമസഭയും മാത്രമേ സ്വകാര്യവൽക്കരിക്കാനുള്ളൂ എന്നുള്ളൊരു അവസ്ഥ നമ്മുടെ നാട്ടിൽ ഉണ്ടായിരിക്കുന്നു. എന്താണ് ഇതിന്റെ അർത്ഥം? അതിന്റെ ഇടയിലാണ് എത്രയാ 20,000 കോടിയോ പാർലമെന്റ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇവര് ആർക്ക് പാർലമെന്റ് ഉണ്ടാക്കാനാണ്? അമിത്ഷായ്ക്കോ നരേന്ദ്രമോദിക്കോ അതോ ഇവിടുത്തെ ബ്രാഹ്മണ പിമ്പുകൾക്കോ? ആർക്ക് വേണ്ടിയിട്ടാണോ നിങ്ങളുടെ ഈ പാർലമെന്റ് നിർമ്മിക്കാൻ പോകുന്ന ഈ കോടിക്കണക്കിന് ഉറുപ്പിക ചെലവാക്കിയിട്ട്? ഈ കർഷകർ മുഴുവനും കൊടുന്തണുപ്പിൽ ഡൽഹിയിൽ വന്നിട്ട് സമരം ചെയ്യുമ്പോൾ ഒരു കുലുക്കില്ല എന്ന് പറഞ്ഞാൽ എന്തായിട്ട് അർത്ഥം? ഒരു സമരം ചെയ്യുമ്പോൾ ചോദിക്കില്ലേ എന്തിനാണ് നിങ്ങൾ സമരം ചെയ്യുന്നത് എന്ന്? അത് ചോദിക്കാനുള്ള മനസ്സ് പോലും ഇല്ലാത്ത, അതിന് ഞാൻ ഇച്ചിരി തെറി പറയുന്നത് കൊണ്ട് അതിപ്പോൾ ഇവിടെ പറയുന്നില്ല. കാരണം അങ്ങനെയുള്ള ആളുകൾക്ക് മുമ്പിലാണ് ഇവിടെ SDPIയും ഇത്തരമൊരു റാലി നടത്തുന്നത്, അണ്ണാരക്കണ്ണനും തന്നാലായി എന്നുള്ള നിലയിൽ. അതുകൊണ്ട് നിങ്ങളിൽ വേറിട്ടല്ല ഞാൻ, നിങ്ങളിൽ ഒരാളായിട്ട് തന്നെയാണ് ഞാൻ ഈ പരിപാടിയിൽ സംബന്ധിക്കാനുള്ളത്. ഞാൻ ആശംസ പറയുന്നതൊന്നുമല്ല, ഞാനൊരു ഐക്യദാർഢ്യം പറയുക അല്ലെങ്കിൽ നിങ്ങളോടൊപ്പം ഐക്യപ്പെടുക എന്നുള്ളത് തന്നെയാണ് എൻ്റെ ഉദ്ദേശവും. അതുകൊണ്ട് നോക്കൂ, ഇന്നിപ്പോ നമ്മൾ പറയുന്ന റിപ്പബ്ലിക് ഒന്നും ഇവിടെ ഇല്ല. എല്ലാം മാറി പറഞ്ഞുകൊണ്ട് ഇപ്പൊ NIA ആണ്, പിന്നെ അതുപോലെ തന്നെ EDയും UAPAയും CBIയും അതുപോലെ ബ്രാഹ്മണിക്കൽ ഹിന്ദുത്വ ഫാഷിസ്റ്റ് പരമാധികാര റിപ്പബ്ലിക്കാണ് ഇന്ന് ഇന്ത്യയിൽ സംജാതമായിരിക്കുന്നത്, നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് എന്ന് നമ്മൾ തിരിച്ചറിയണം. അല്ലാണ്ട് വെറുതെ ഈ വളവളവളാത് വർത്താനം പറഞ്ഞിട്ട് പഴയ കഥ പറഞ്ഞിട്ടൊന്നും കഥയില്ല എന്നാണ് ഞാൻ വലിക്കുന്നത്. ഇവിടെ നമ്മുടെ അമീർ അലി സാഹിബ് സൂചിപ്പിച്ചതുപോലെ ആയിരക്കണക്കിന് ട്രാക്ടറുകളുമായിട്ട് ഈ തെരുവുകളിൽ കലുഷിതമാക്കുമ്പോ ഈ പോലീസും ഏമാന്മാരും നഗരം വിട്ട് ഓടണം. ഇവിടെ നിന്ന് കണ്ടംപടി, ഇവിടുത്തെ ഒരു പുതിയ പ്രയോഗം ഉണ്ടല്ലോ, കണ്ടംപടി ഓടിക്കണം ഈ നായിക മക്കളെ എന്നാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. കാരണം എന്താ? ഇവനൊക്കെ കുമ്പയും ഉടമയറുമായിട്ട് ഇവിടെ ഇങ്ങനെ നിൽക്കുമ്പോൾ ഇവന് അന്നവും വെള്ളവും നൽകുന്നത് ഈ രാജ്യത്തെ കർഷകരും തൊഴിലാളികളുമാണ്, സാധാരണക്കാരാണ്, ആദിവാസികളാണ്, ദളിതരാണ്, മുസ്ലിങ്ങളാണ്, പാർശ്വ
പാർശ്വവൽക്കരിക്കപ്പെട്ടവരാണെന്നുള്ള തിരിച്ചറിവ്, അല്ലാതെ ബ്രാഹ്മണന്റെ യാഗവും ഹോമത്തിന്റെയും യജ്ഞത്തിന്റെയും ഫലമായിട്ടല്ല ഈ രാജ്യത്ത് നെല്ലും ഗോതമ്പും വെറ്റിലിയും തക്കാളിയും വെണ്ടയും വഴുതിനിയും പച്ചക്കറിയും കൊത്തമരിയും ഒക്കെ ഉണ്ടാവുന്നത് എന്ന് നമ്മൾ തിരിച്ചറിയപ്പെടേണ്ടതുണ്ട്. അതുകൊണ്ട് നമ്മൾ സാമ്പാറിനെ കുറിച്ചോ രസത്തെക്കുറിച്ചോ പായസത്തെക്കുറിച്ചോ സദ്യവട്ടത്തെക്കുറിച്ച് ചർച്ച ചെയ്യപ്പെടാനല്ല ഈ രാജ്യത്ത് ലക്ഷക്കണക്കിന് കർഷകർ സമരം ചെയ്യുമ്പോൾ ആ സമരം നമ്മളുടെ സമരമാണ്, നമ്മളുടെ സഹോദരങ്ങളുടെ സമരമാണ്. ഈ രാജ്യത്തിന്റെ മണ്ണിന്റെ മണമുള്ള വിയർപ്പിന്റെ അധ്വാനത്തിന്റെ രാഷ്ട്രീയത്തിന്റെ പ്രതീകങ്ങളാണ് കർഷകർ എന്നാണ് പറയേണ്ടത്. അതിനെയും ചില ആളുകൾ നോക്കൂ, എന്തുകൊണ്ടാണ് ഇപ്പൊ ഒരു ദളിതരോ നമ്മുടെ പൗരത്വ സമരത്തെ പോലും അടിച്ചൊതുക്കാൻ വേണ്ടിയിട്ട് കൊറോണയുടെ കാലഘട്ടത്തിൽ ഇവർ വട്ടമിട്ടവരാണ്. നല്ല കുട്ടിയാനകൾ പോലുള്ള സിഖ് സഹോദരന്മാര് പിന്നെ ഇങ്ങനെ ട്രാക്ടർ ഓട്ടിയിട്ട് വരികയാണ്, ഇവന്റെ ബാരിക്കേഡുകൾ തകർത്തുകൊണ്ട് ഇവന്റെ നെഞ്ചകത്തിലേക്ക് ഉരുട്ടി കയറ്റിക്കൊണ്ട് ഈ ആളുകൾ കൊണ്ടുവരികയാണ്. എന്തുകൊണ്ട് അവൻ ഓടി രക്ഷപ്പെടുന്നത്? എന്തുകൊണ്ട്? തോക്കുകൾ തിരിച്ചു പിടിക്കാൻ. പഞ്ചാബിലെ കർഷകനറിയാം, റിട്ടയർഡ് കേണൽമാരുണ്ട്, പട്ടാളത്തിൽ നിന്ന് റിട്ടയർ ചെയ്ത ഉദ്യോഗസ്ഥന്മാരുണ്ട്, അവർക്കൊക്കെ അറിയാം ഒന്ന് തൊട്ട് കഴിഞ്ഞാൽ തോക്കുകൾ തിരിച്ചു പിടിക്കാൻ. അതിനുള്ള തോക്ക്, അതുകൊണ്ട് പോലീസ് അവിടെ ഈ മണൽ ചാക്കുകൾ വെച്ച് അതിന്റെ പിന്നിൽ ഒളിഞ്ഞിരിക്കുക, തോക്കിന്റെ മുന മാത്രം വെച്ച്, കാരണം തോക്ക് അവരെടുത്തോളും. അതുകൊണ്ട് ഈ ഉഡായിപ്പുകൾ, ഈ ഊച്ചാളിത്തരങ്ങൾക്കപ്പുറത്ത് കർഷകർ സാന്നിധ്യമായിട്ട് അവിടെ നിൽക്കുന്നതാ. അതുകൊണ്ട് നിങ്ങൾക്ക് ഒരു ചുക്കും ചെയ്യാൻ സാധ്യമല്ല എന്ന് തിരിച്ചറിയപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് ഇപ്പോ നോക്കൂ, ഇന്ന് 200ഓളം മാധ്യമ ചാനലുകളാണ്, വിദേശ മാധ്യമ ചാനലുകൾ എവിടെ വന്നിരിക്കുന്നു? ഇന്ത്യയിൽ വന്നിരിക്കുന്നു ഈ റിപ്പോർട്ട് ചെയ്യാൻ. ഇവന്റെ റാലി ഉണ്ടല്ലോ, എന്ത് റാലിയാ? റിപ്പബ്ലിക് പിന്നെ പരേഡ് ഊശിപ്പോയി. ആരുടെ? ഈ ഭരണവർഗങ്ങളുടെ ഈ പിന്നെ പരേഡ് ഊശിപ്പോകുകയും കർഷക റാലി ലോകത്ത് ഉയർന്നു നിൽക്കുകയും ചെയ്യുന്ന പരമാധികാര റിപ്പബ്ലിക്കായി കർഷകന്റെയും തൊഴിലാളികളുടെയും പാർശ്വവൽക്കരിക്കപ്പെട്ടവന്റെയും അധ്വാനിക്കുന്നവന്റെയും എല്ലാം റിപ്പബ്ലിക്കായിട്ട് മാറി എന്നതുകൊണ്ടാണ് നമുക്കൊക്കെ ഇവിടെ നിന്നുകൊണ്ട് SDP അടക്കമുള്ള എല്ലാ ജനവിഭാഗങ്ങൾക്കും ഇതിനോട് ഐക്യപ്പെടാൻ സാധ്യമാവുന്നതും ഐക്യപ്പെടേണ്ടതിന്റെ അനിവാര്യതയെയും സൂചിപ്പിക്കപ്പെടുന്നതും അതുകൊണ്ടാണെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നമ്മൾ ഈ കർഷക സമരത്തിൻ്റെ വിജയം വരെ നമ്മൾ ഓരോ ആളുകളും ഇതിനോട് തോളോട് തോളുരുമി നിൽക്കാനുള്ള മനസ്സാന്നിധ്യം ഉണ്ടാവണം എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ പരിപാടിയിൽ ക്ഷണിച്ചതിൻ്റെ സംഘാടക സുഹൃത്തുക്കൾക്ക് NCHROവിൻ്റെ ഊഷ്മളമായ അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. ഒരു കാര്യം കൂടിയുണ്ട് എനിക്ക്, ഈ നമ്മുടെ അമീർ അലി സാഹിബ് ആ ജാമ്യം ഇറങ്ങി കുറേ നാൾ ജയിലിൽ കിടന്നിട്ട് ഞാൻ കണ്ടിട്ടേ ഇല്ല, ഇന്നാണ് കാണുന്നത്. അദ്ദേഹത്തെ എനിക്കൊന്ന് കെട്ടിപ്പിടിക്കുകയും കൂടെ ചെയ്യേണ്ട ഒരു ബാധ്യത ഉണ്ട്, ഒരു ബാക്കി വെച്ചിരിക്കുന്നത്. ഈ റിപ്പബ്ലിക് ദിനം തന്നെ ആവണമെന്ന് സൂചിപ്പിച്ചുകൊണ്ട് എവിടെ അമീർ അലി സാഹിബ് വരൂ. എനിക്കൊരു ആഗ്രഹമായിരുന്നു കേട്ടോ, കുറേ നാളായിട്ട്, ഇന്നാണ് എൻ്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടത്. വളരെ നന്ദി. ബഹുമാന്യനായ പ്രമുഖ വിവരാവകാശ പ്രവർത്തകനും കർഷക മുന്നേറ്റ പോരാട്ടത്തിൽ പാലക്കാട് ജില്ലയിൽ തിളങ്ങി നിൽക്കുന്ന നിജാമുദ്ദീൻ മുതലമുടയെ ക്ഷണിക്കും. സമയം അതിക്രമിച്ചിരിക്കുകയാണ്. നിരവധി നേതാക്കളുണ്ട്. എൻ്റെ പ്രിയപ്പെട്ട SDP സംസ്ഥാന ജില്ലാ നേതാക്കളെ, പ്രിയ സഹോദരന്മാരെ, പ്രിയ കർഷക സംഘടന, സാമൂഹ്യ സന്നദ്ധ സംഘടന നേതാക്കളെ, നല്ലവരായ പാലക്കാട്ടുകാരെ, ഈ കർഷകരുടെ വിഷയം എന്ന് പറയുമ്പോൾ എനിക്ക് ഒരുപാട് പറയാനുണ്ടാവും. പക്ഷെ ഞാൻ അങ്ങോട്ടൊന്നും പറയാം. എന്തെന്ന് വെച്ചാൽ, ജനിച്ചത് മുതൽ മണ്ണിനോടും ജലത്തോടും കൃഷിയോടും അതുപോലെ തന്നെ അതിനോട് ചേർന്ന് ജീവിച്ചു വരുന്ന ഒരു കർഷകൻ കൂടി ആയതുകൊണ്ട് ഇന്ന് രാവിലെ എൻ്റെ കൃഷിപ്പണി ചെയ്തിട്ടാണ് ഞാനിവിടെ എത്തി വരുന്നത്. ഓരോ ദിവസവും അങ്ങനെ കൃഷിയോട് വളരെയധികം ബന്ധവും സ്നേഹവും അതിനോട് ഐക്യപ്പെട്ടുകൊണ്ട് നിൽക്കുന്ന ഒരു വ്യക്തി എന്ന നിലയ്ക്ക് ഈ കർഷക സമരത്തിന് ഐക്യദാർഢ്യം ഉറപ്പിച്ചുകൊണ്ട് പാലക്കാട് ജില്ലയിൽ SDPI ഇന്നത്തെ ഒരു കർഷക അതുപോലെ തന്നെ ട്രാക്ടർ പരേഡ് നടത്തിയതിൽ വളരെയേറെ സന്തോഷവും വളരെയേറെ നന്ദിയും കടപ്പാടും ഈ കർഷക സമൂഹത്തിൻ്റെ അല്ലെങ്കിൽ കർഷക ഐക്യദാർഢ്യ സമിതിയുടെ ഭാഗത്തു നിന്ന് അറിയിച്ചുകൊണ്ട്, പ്രിയ സുഹൃത്തുക്കളെ, 3 നേരം ഭക്ഷണം കഴിക്കുവാൻ ഇന്ന് എല്ലാവർക്കും അന്നം നൽകുന്നത് കർഷകരാണ്. പ്രത്യേകിച്ച് കേരളത്തെ സംബന്ധിച്ച ഒരു കൺസ്യൂമർ സ്റ്റേറ്റ്. ഇന്ന് 30-40% മാത്രമാണ് നമ്മുടെ കാർഷിക ഉൽപ്പാദനം.
മറ്റല്ല തമിഴ്നാട്ടിൽ നിന്ന്, ആന്ധ്രയിൽ നിന്ന്, കർണാടകയിൽ നിന്ന്, മറ്റു വടക്കേന്ത്യൻ സംസ്ഥാനങ്ങളിൽ വന്നിട്ട് വേണം നമ്മളെല്ലാം ഭക്ഷണം കഴിക്കുവാൻ. അങ്ങനെ അരിയും ഗോതമ്പും പാലും മുട്ടയും പച്ചക്കറിയും ഉൾപ്പെടെയുള്ള എല്ലാവിധ ഭക്ഷ്യവസ്തുക്കളും ഉണ്ടാക്കി നമുക്ക് 3 നേരം വിശപ്പില്ലാതെ നൽകി വരുന്ന ഈ കർഷകരെ കൊന്നൊടുക്കുവാനും കാർഷിക മേഖലയെ തകർക്കുവാനും കൃഷിഭൂമികൾ കൈയടക്കിക്കൊണ്ട് കോർപ്പറേറ്റ് കുത്തകകൾക്ക് അടിയറ വയ്ക്കുവാനും വേണ്ടി കേന്ദ്ര സർക്കാരിന്റെ ഈ 3 കർഷക ബില്ലുകൾ, ആ ബില്ലുകളെ സംബന്ധിച്ച് കൂടുതലൊന്നും പറയുന്നില്ല, അവിടെ നേതാക്കളെല്ലാം സവിസ്തരം പറഞ്ഞു കഴിഞ്ഞു. അങ്ങനെ അന്നമുണ്ടാക്കി തരുന്ന കർഷകനെ വിറ്റുകാശാക്കുവാൻ വേണ്ടി കേന്ദ്ര സർക്കാരും അതുപോലെ തന്നെ അതിന് നേതൃത്വം നൽകുന്ന BJP ഗവൺമെന്റും ഇന്ന് സമരം നടത്തി വരുന്ന ആ ഡൽഹിയിലെ കർഷകരെ കൊല്ലാക്കൊല ചെയ്തുകൊണ്ട് ഒരുവിധ ചർച്ചയ്ക്കും ഒരുവിധ സമന്വയത്തിനും നിൽക്കാതെ കൊണ്ട് ഒരു ഏകാധിപത്യ രീതിയിൽ പ്രവർത്തിച്ചു വരുന്ന ഒരു കാഴ്ചയാണ്. അതുകൊണ്ടാണ് ഇന്ന് ജനുവരി 26 പാലക്കാട് ജില്ലയിലും ഇതുപോലെയുള്ള ഐക്യദാർഢ്യ സമ്മേളനങ്ങൾ, പ്രകടനങ്ങളും പൊതുയോഗങ്ങളും സംഘടിപ്പിച്ചു വരുന്നു. ഞാൻ കൂടുതലായൊന്നും പറയുന്നില്ല. നമുക്ക് ഭക്ഷണം കഴിക്കണമെങ്കിൽ ഇന്റർനെറ്റിൽ ഡൗൺലോഡ് ചെയ്യാൻ കഴിയില്ല സുഹൃത്തുക്കളെ. ഭക്ഷണം, അതായത് അരിയാണെങ്കിലും പാലോ മുട്ടയോ പച്ചക്കറിയോ എന്ത് വേണമെങ്കിലും നമ്മൾ കഴിക്കുന്ന ഓരോ സാധനവും ആ കർഷകൻ ഉൽപ്പാദിപ്പിച്ചാൽ മാത്രമേ നമ്മുടെ കയ്യിൽ എത്തുകയുള്ളൂ, നമ്മൾ ഭക്ഷണം കഴിക്കുകയുള്ളൂ, 3 നേരം കഴിച്ചുകൊണ്ട് ജീവിക്കുവാൻ കഴിയുള്ളൂ. അത് ഇന്റർനെറ്റിലോ ഇമെയിലിലോ കിട്ടുന്ന ഒരു സാധനമല്ല എന്നുകൂടി ബോധ്യപ്പെടണം എന്നുകൊണ്ടുള്ള ഈ ഏകാധിപത്യ സർക്കാരിന് അല്ലെങ്കിൽ ഫാസിസ്റ്റ് സർക്കാരിന് മുന്നറിയിപ്പുമായി നടത്തുന്ന ഈ സമരം ജയിക്കുന്നവരെ ഈ പാലക്കാട്ടെ കർഷക സമൂഹവും കൂടെ ഉണ്ടാകുമെന്ന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടും SDP എന്ന രാഷ്ട്രീയ പാർട്ടി ഏറ്റെടുത്തുകൊണ്ട് ഇന്ന് 26-ന് തന്നെ ആ ഐക്യദാർഢ്യ പരേഡ് നടത്തിക്കൊണ്ട് ഇന്ന് വൻ വിജയമാക്കുവാൻ വേണ്ടി ഇതിനുവേണ്ടി പ്രവർത്തിച്ച സംസ്ഥാന ജില്ലാ നേതാക്കൾക്കും അതുപോലെ തന്നെ എൻ്റെ പ്രിയ സുഹൃത്തുക്കളും SDP സഹോദരന്മാർക്കും ഇതിനുവേണ്ടി സഹായ സഹകരണങ്ങൾ നൽകിക്കൊണ്ട് ഐക്യദാർഢ്യം എത്തിച്ചേർന്ന മുഴുവൻ സാമൂഹിക സന്നദ്ധ സംഘടന, മനുഷ്യാവകാശ കർഷക സംഘടനാ നേതാക്കൾക്കും അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം ചെയ്യുക. നമ്മെ അഭിസംബോധന ചെയ്യുന്നതിന് വേണ്ടി പാലക്കാട് കർഷക മുന്നേറ്റം സെക്രട്ടറി ബഹുമാനായ സജീഷ് പുത്തന്നൂരിനെ ക്ഷണിക്കുന്നു.